നമസ്കാരം. ഫ്ലാഷ് ബാക്കിൻ്റെ തല്ലാദേശ് നരഭോജിയുടെ രണ്ടാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യ ഭാഗം കാണാത്തവർ ഈ ഐ ബട്ടണിൽ പോയാൽ ഒന്നാം ഭാഗം കേൾക്കാൻ സാധിക്കും. ഡുംഗർ സിംഗ് നൽകിയ മുന്നറിയിപ്പിൻ്റെ സഹായത്തോടെ കോർബറ്റ് നിൽക്കുന്ന ഇടത്തിന് താഴെയായി മലയിടുക്കിൽ കടുവ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കി കൂടെ കൂടിയ 2 ഗ്രാമവാസികളെയും ഒരു മരത്തിൽ കയറ്റി ഇരുത്തിയിടത്താണല്ലോ നമ്മൾ ഒന്നാം ഭാഗം അവസാനിപ്പിച്ചത്. കോർബറ്റ് മരത്തിൽ കയറ്റി ഇരുത്തിയ ഇരുവരും ശരിക്കും ഇപ്പോൾ സന്തോഷവാന്മാരാണ്. ഗ്രാമവാസികൾക്ക് മുൻപിൽ തങ്ങൾ വീരന്മാരാണെന്ന് കാണിക്കാനായിട്ടാണ് അവർ കോർബറ്റിൻ്റെ ഒപ്പം കൂടിയത്. അങ്ങോട്ടേക്ക് വന്നപ്പോഴുള്ള ധൈര്യമൊക്കെ അടുത്ത് തന്നെ നരഭോജിയുണ്ടെന്ന വാർത്ത കേട്ടപ്പോൾ ചോർന്നു കഴിഞ്ഞിരിക്കുന്നു. മരത്തിന് മുകളിലാണെങ്കിലും കൈകാലുകൾ വിറയ്ക്കുന്നത് കോർബറ്റിന് നല്ലതുപോലെ മനസ്സിലായി. നരഭോജി കടുവയെ വേട്ടയാടാനുള്ള ഒരവസരം സത്യത്തിൽ അപ്പോൾ കോർബറ്റ് പ്രതീക്ഷിച്ചിരുന്നതല്ല. എങ്കിലും കിട്ടിയ അവസരം പാഴാക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. അടുത്ത് തന്നെ നരഭോജി ഉണ്ടെങ്കിലും കോർബറ്റിന് അതിനെ കാണാൻ സാധിക്കുമായിരുന്നില്ല. കാരണം അവർ ഇപ്പോൾ നിൽക്കുന്ന ഇടത്തു നിന്നും താഴേക്ക് കുത്തനെയുള്ള മലഞ്ചെരുവിലാണ് ആ നരഭോജി ഇപ്പോഴുള്ളത്. അവിടേക്ക് പോകാനുള്ള ഒരു വഴി തിരയുന്ന സമയത്താണ് ഡുംഗർ സിംഗ് പതുക്കെ തൻ്റെ വലതുവശത്തേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചെവിയിൽ പറഞ്ഞത്, അതാ അങ്ങോട്ടേക്ക് പോയാൽ താഴെ എന്താണുള്ളതെന്ന് നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കുമെന്ന്. അദ്ദേഹം അത് കേട്ടതിന് ശേഷം അത് ശരിയാണെന്ന് മനസ്സിലാക്കി. പക്ഷേ അങ്ങോട്ടേക്ക് പോകുമ്പോൾ ശബ്ദമുണ്ടാക്കരുത് എന്ന് ഡുംഗർ സിംഗിനോട് അദ്ദേഹം പറഞ്ഞു. ശേഷം പതുക്കെ അവർ നിലത്ത് കിടന്നു. നല്ല പുല്ലുകളുള്ള പ്രതലമായതുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ അവർക്ക് വലിയ പ്രയാസമൊന്നും നേരിട്ടില്ല. ഒരു കൈയിൽ തോക്കും പിടിച്ച് മറ്റേ കൈ കൊണ്ട് പുല്ലിൽ പിടിച്ച് ശരീരത്തെ പതുക്കെ മുന്നോട്ട് വലിച്ചുകൊണ്ട് ശബ്ദമുണ്ടാക്കാതെ കോർബറ്റ് മുന്നോട്ട് നീങ്ങി. പിന്നാലെ ഡുംഗർ സിംഗും ഉണ്ട്. ചെവി പൂർണ്ണമായും കേൾക്കാൻ പറ്റാത്തതുകൊണ്ട് എന്ത് ശബ്ദമുണ്ടായാലും തന്നെ സൂചിപ്പിക്കാൻ കോർബറ്റ് ഡുംഗർ സിംഗിനോട് പറഞ്ഞിരുന്നു. അങ്ങനെ അവർ പതിയെ മുന്നോട്ട് നീങ്ങുകയാണ്. ഈ മലയുടെ ചരിഞ്ഞ പ്രദേശം കാണാൻ പറ്റുന്ന ഇടത്തേക്ക് അവർ എത്തി. ഡുംഗർ സിംഗ് പറഞ്ഞത് ശരിയാണ്. ഇപ്പോൾ കോർബറ്റിന് താഴെയുള്ള ഭാഗം ഏതാണ്ടൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ അവിടെ പ്രത്യേകിച്ചൊന്നും ഉള്ളതായി അദ്ദേഹത്തിന് കാണാൻ സാധിച്ചില്ല. വ്യക്തമായി നിരീക്ഷിക്കുന്നതിനായി കോർബറ്റ് അവിടെ കിടന്ന ഇടത്തു നിന്നും മുന്നിലേക്ക് അല്പം കൂടി നിരങ്ങി നീങ്ങി. ഡുംഗർ സിംഗിൻ്റെ സഹോദരൻ അപ്പോഴും ഇവരുടെ നീക്കങ്ങൾ നിരീക്ഷിച്ചുകൊണ്ട് മലയുടെ മറുതലയ്ക്കൽ ഒരു മരത്തിൻ്റെ മുകളിൽ ഇരിക്കുന്നുണ്ട്. മുന്നോട്ട് നീങ്ങിയ കോർബറ്റിന് ഇപ്പോൾ കാഴ്ച വളരെ വ്യക്തമാണ്. ചുവന്ന നിറത്തിൽ അവൻ അവിടെ കണ്ടത് ഉണങ്ങിയ ഇലകളോ മാനോ ഒന്നും തന്നെ ആയിരുന്നില്ല. അത് ഒരു പൂർണ്ണ വളർച്ചയെത്തിയ ഭീകരനായ ഒരു കടുവ തന്നെയായിരുന്നു. അവൻ ഇപ്പോൾ കോർബറ്റ് കിടക്കുന്ന ദിശയിലേക്ക് പുറംതിരിഞ്ഞാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ വെടിവെക്കാൻ പറ്റിയ ഒരു പൊസിഷൻ ആയിരുന്നില്ല. അവൻ ഒന്ന് എണീക്കുകയോ താൻ നിൽക്കുന്ന ഇടത്തേക്ക് തിരിയുകയോ ചെയ്താൽ മാത്രമേ കൃത്യമായി കടുവയുടെ ഹൃദയഭാഗം ലക്ഷ്യമാക്കി കോർബറ്റിന് ഷൂട്ട് ചെയ്യാൻ സാധിക്കൂ. കോർബറ്റ് അതിനായി കാത്തിരിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ കിടക്കുമ്പോഴാണ് കോർബറ്റ് ഈ കടുവ കിടക്കുന്ന പരിസരം പതിയെ നിരീക്ഷിക്കുന്നത്. അദ്ദേഹത്തെ അല്പം സർപ്രൈസ് ചെയ്യുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു അവിടെ കണ്ടത്. അവർ ആദ്യം കണ്ട കടുവ കിടക്കുന്ന ഇടത്തു നിന്നും അല്പം അകലെയായി അതേ വലിപ്പവും പ്രായവും തോന്നിക്കുന്ന മറ്റൊരു കടുവ. ഭക്ഷണം കഴിച്ചതിന് ശേഷം വിശ്രമിക്കുന്ന ആ മൃഗത്തിൻ്റെയും മുഖം കോർബറ്റിന് വ്യക്തമായി തന്നെ കാണാം. അവൻ്റെ മുഖത്ത് രക്തം പുരണ്ടിട്ടുണ്ട്. ആ രക്തം അവൻ ഇടയ്ക്കിടെ നാവ് കൊണ്ട് നക്കിയെടുക്കാനും ശ്രമിക്കുന്നുണ്ട്. പെട്ടെന്ന് ആദ്യം കണ്ട കടുവ തലയൊന്ന് കുലുക്കി എണീറ്റു. ശേഷം കോർബറ്റ് ഇരിക്കുന്ന ഇടത്തേക്ക് തിരിഞ്ഞ് വീണ്ടും കിടന്നു. ഇപ്പോൾ കോർബറ്റിന് 2 കടുവകളെയും ഷൂട്ട് ചെയ്യാൻ പറ്റിയ തക്കമാണ്. എങ്കിലും അദ്ദേഹം എന്ത് ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി ഒന്ന് ചിന്തിച്ചു. ആദ്യം കണ്ട കടുവയെ ലക്ഷ്യം വെച്ചാൽ വെടിപൊട്ടുന്ന ശബ്ദം കേട്ട് രണ്ടാമത്തെ കടുവ അത് കിടക്കുന്ന ദിശയിലേക്ക് ഓടിയാൽ അവിടെ കൊടും വനമാണ്. അവന് വളരെ എളുപ്പത്തിൽ രക്ഷപ്പെടാൻ സാധിക്കും. പക്ഷേ രണ്ടാമത്തെ കടുവയെ ലക്ഷ്യം വെച്ചാൽ വെടിയൊച്ച കേൾക്കുന്ന ഒന്നാമത്തെ കടുവ കോർബറ്റ് കിടക്കുന്ന ഭാഗത്തേക്കായിരിക്കും ഓടാൻ സാധ്യതയെന്ന് അദ്ദേഹം കണക്കുകൂട്ടി. അങ്ങനെയെങ്കിൽ അടുത്ത ലക്ഷ്യത്തിനായി താൻ ഉടൻ തയ്യാറായാൽ മാത്രം മതിയെന്ന് മനസ്സിൽ കരുതി. അതെ, അങ്ങനെ തന്നെയാകട്ടെ എന്ന് അദ്ദേഹം ഉറപ്പിച്ചു. അല്പനേരം ഒന്നുകൂടി ആലോചിച്ചതിന് ശേഷം ആ തീരുമാനം അദ്ദേഹം ഉറപ്പിച്ചു. തോക്കിൻ്റെ ബാരൽ രണ്ടാമത് കണ്ട കടുവയുടെ നേരെ തിരിച്ചു. ഉന്നം പിഴയ്ക്കാതിരിക്കാൻ കോർബറ്റ് തൻ്റെ മുന്നിലുള്ള ഒരു ചെറിയ മൺതിട്ട തോക്കിന് സപ്പോർട്ടായി ഉപയോഗിക്കുന്നു. ഇതേ സമയം തന്നെ ആ കടുവ ഒന്നിളകിയതിന് ശേഷം വീണ്ടും കിടന്നു. ഇപ്പോൾ കൃത്യമായി കോർബറ്റിന് ആ കടുവയുടെ ഹൃദയം ലക്ഷ്യമാക്കി ഷൂട്ട് ചെയ്യാൻ സാധിക്കും. അദ്ദേഹം വളരെ സാവധാനം ഉന്നം പിടിച്ചു. എന്നിട്ട് പതിയെ ആ ട്രിഗർ വലിച്ചു. വെടിയൊച്ച ആ കാടിനെ പ്രകമ്പനം കൊള്ളിച്ചു. പറവകൾ കൂട്ടമായി ആകാശത്തേക്ക് പറന്നുയർന്നു. വെടികൊണ്ട മാത്രയിൽ ആ കടുവ ഒന്ന് പിടയുക പോലും ചെയ്യാതെ ഇരുന്ന ഇരിപ്പിൽ നിന്നും അല്പം ചരിഞ്ഞു വീണ് നിശ്ചലനായി. അടുത്തു തന്നെ ഉണ്ടായിരുന്ന മറ്റേ കടുവ വെടിയൊച്ച കേട്ട ഉടനെ സർവ്വശക്തിയും സംഭരിച്ച് ഉയർന്നു ചാടി അടുത്തുള്ള ഒരു മൺകൂനയ്ക്ക് മുകളിലൂടെ പാഞ്ഞു. അവൻ പെട്ടെന്ന് ഒന്ന് നിന്നു. ശേഷം വലതുവശത്തുകൂടെ തലചരിച്ച് വെടിയേറ്റ് കിടക്കുന്ന കടുവയെ നോക്കി ഒന്ന് നിന്നു. ഈ ഒരു നിമിഷം മതിയായിരുന്നു കോർബറ്റിന് രണ്ടാമത്തെ വെടിയും പൊട്ടിക്കാൻ.
വെടിയേറ്റ ആ കടുവ അലർച്ചയോടെ മൺകൂനയ്ക്ക് അപ്പുറത്തുള്ള താഴ്ചയിലേക്ക് വീഴുന്നു. അവിടെ ഒരു ചെറിയ കാട്ടരുവി ഒഴുകുന്നുണ്ടായിരുന്നു. അതിലേക്കാണ് ആ കടുവ വീണത്. പക്ഷേ കോർബറ്റ് കിടക്കുന്ന ഭാഗത്ത് നിന്നുകൊണ്ട് ഈ വെടിയേറ്റ് വീണ കടുവയെ അദ്ദേഹത്തിന് കാണാൻ സാധിക്കുമായിരുന്നില്ല. അതേസമയം തന്നെ പെട്ടെന്ന് കോർബറ്റ് കിടന്നിരുന്ന ഇടത്തിൻ്റെ വലതുവശത്ത് നിന്നും ഒരു കടുവയുടെ വലിയ അലർച്ച കേട്ടു. ഡുംഗർ സിംഗ് പേടിച്ച് മുന്നിൽ കിടന്ന കോർബറ്റിൻ്റെ കാലിൽ അമർത്തിപ്പിടിച്ചു. രണ്ടാമത് വെടിയേറ്റ കടുവയുടെ അലർച്ച കേട്ടിട്ടാകണം ആ കടുവ അവിടേക്ക് പാഞ്ഞു വരുന്നത്. കടുവയുടെ അലർച്ച കേട്ടുവെങ്കിലും ഇതുവരെ കോർബറ്റിന് ആ കടുവയെ കാണാൻ സാധിച്ചിട്ടില്ല. പക്ഷേ വളർന്നു നിൽക്കുന്ന പുല്ലിൻ്റെ അനക്കത്തിൽ നിന്നും അവൻ താൻ കിടക്കുന്ന ദിശയിലേക്കാണ് വരുന്നതെന്ന് കോർബറ്റ് മനസ്സിലാക്കി. അപ്പോഴാണ് കോർബറ്റ് മറ്റൊരു കാര്യം മനസ്സിലാക്കിയത്. ആദ്യം കണ്ട ഈ രണ്ട് കടുവയും കിടക്കുന്ന ഇടത്തേക്ക് പോകാനുള്ള ഒരേ ഒരു വഴിയിലാണ് താനും ഡുംഗർ സിംഗും കിടക്കുന്നത് എന്ന്. കടുവ ഓടി വരുന്നത് ഒരു പാറക്കെട്ടിൻ്റെ വശത്തു കൂടിയാണ്. അത് വരുമ്പോഴുള്ള വളവ് തിരിഞ്ഞു വന്നാൽ സ്വാഭാവികമായും കടുവയും കോർബറ്റും മുഖാമുഖമാകും ഉണ്ടാവുക. കോർബറ്റ് തൻ്റെ ഗണ്ണെടുത്ത് തയ്യാറായി പുല്ലിൽ അമർന്നു കിടന്നു. 2-3 സെക്കൻഡ് മാത്രമാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. അപ്പോഴേക്കും അലർച്ചയോടെ ആ കടുവ ആ വളവ് തിരിഞ്ഞ് വന്നു. തന്നെ ഇതുവരെ കടുവ കണ്ടിട്ടില്ല എങ്കിലും വരുന്നത് തൻ്റെ നേർക്കാണെന്ന ബോധം അദ്ദേഹത്തിനുണ്ട്. ഡുംഗർ സിംഗ് അവിടെ നിന്നും എണീറ്റ് ഓടിയാലോ എന്ന് പോലും ചിന്തിച്ചു. പക്ഷേ കോർബറ്റിൽ അവന് വളരെയധികം വിശ്വാസമുണ്ടായിരുന്നു. അവൻ കണ്ണടച്ച് ശബ്ദമുണ്ടാക്കാതെ അമർന്നു കിടന്നു. ഭയം ശരീരത്തെ കീഴടക്കിയാൽ ഒരിക്കലും ഈ ഘട്ടത്തിൽ ശരിയായ തീരുമാനമെടുക്കാൻ സാധിക്കില്ല. അസാമാന്യമായ മനോധൈര്യത്തോടെ കിട്ടിയ സെക്കൻഡുകൾ കൊണ്ട് കോർബറ്റ് ഉന്നം പിടിച്ച് കാഞ്ചി വലിച്ചു. വെടിയേറ്റ കടുവ ആകെ നിയന്ത്രണം വിട്ട് ഒരു മരത്തിൽ പോയി ഇടിച്ചു നിന്നു. കടുവയുടെ കൈകാലുകൾ വിറച്ച് വിറച്ച് ആ മരച്ചുവട്ടിൽ തളർന്നു വീണു. കോർബറ്റ് തൻ്റെ തോക്ക് കടുവയുടെ നേരെ പിടിച്ച് അല്പം നേരം കൂടി കാത്തിരുന്നു. പക്ഷേ ആ കടുവ പിന്നെ ചലിച്ചില്ല. അദ്ദേഹം പതുക്കെ എണീറ്റു. മരത്തിന് മുകളിലിരുന്ന് ഈ ദൃശ്യങ്ങളൊക്കെ വ്യക്തമായി കണ്ട ഗ്രാമവാസികളും അങ്ങകലെ കൂട്ടം കൂടി നിന്നവരും ഈ ദൃശ്യം കണ്ട് ആകെ തരിച്ചു നിൽക്കുന്ന സമയം. അപ്പോഴും എണീക്കാൻ ധൈര്യം വരാതെ താഴെ കിടക്കുന്ന ഡുംഗർ സിംഗിനെയും അദ്ദേഹം നോക്കി. എല്ലാവരും വളരെ നിശബ്ദരാണ്. ഇന്നു മുതൽ ഇനിയുള്ള രാത്രികളിൽ തീകൂട്ടി വിശ്രമിക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴുമൊക്കെ അവർക്ക് പരസ്പരം പങ്കിടാൻ കഴിയുന്ന ഒരു സാഹസിക കഥയായിരുന്നു അവരുടെ മുന്നിൽ ഇപ്പോൾ നടന്നത്. ആദ്യം 2 കടുവകളെ കണ്ട കോർബറ്റ് കരുതിയത് തല്ലാദേശിലെ നരഭോജി ഒരു ഇണയെ കണ്ടെത്തിയിരിക്കാം എന്നായിരുന്നു. പക്ഷേ 3ാമത്തെ കടുവയെ കണ്ടപ്പോൾ അദ്ദേഹം അത് തെറ്റാണെന്ന് മനസ്സിലാക്കി. അത് ഒരു പെൺകടുവയും അതിൻ്റെ 2 കുഞ്ഞുങ്ങളുമാണെന്ന് അദ്ദേഹം ഉറപ്പിച്ചു. പക്ഷേ ഈ 3 കടുവയിൽ ഏതാണ് അമ്മ കടുവ എന്നോ ഏതാണ് അതിൻ്റെ കുട്ടികളെന്നോ തിരിച്ചറിയാൻ സാധിച്ചിരുന്നില്ല. കാരണം 3 കടുവകളും ഏകദേശം ഒരേ വലിപ്പവും രൂപവും ഉള്ളവയായിരുന്നു. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഈ 3 കടുവകളിൽ ഒരെണ്ണമാണ് തല്ലാദേശിലെ നരഭോജി കടുവ എന്നത്. അത് മനസ്സിലാക്കാൻ കാരണം ഏറ്റവും അവസാനം ആക്രമിക്കപ്പെട്ട സ്ത്രീയുടെ അവശിഷ്ടം ലഭിച്ചത് ഈ കടുവകൾ കിടന്ന അതേ ഇടത്തു നിന്നായിരുന്നു. അതിലെ അമ്മക്കടുവയാണ് നരഭോജിയെങ്കിൽ അതിൻ്റെ 2 കുട്ടികളും ആ കടുവയുടെ പാപത്തിൻ്റെ ശിക്ഷ അനുഭവിച്ചിരിക്കുന്നു. ജന്മനാ തന്നെ മനുഷ്യമാംസം ഭക്ഷിച്ചു വളർന്നു എന്നതുകൊണ്ട് ഒരു കടുവ ഒരിക്കലും നരഭോജിയായി മാറാൻ സാധ്യതയില്ല. അതിന് ഒരുപാട് ഉദാഹരണങ്ങൾ കോർബറ്റ് വിവരിക്കുന്നുണ്ട്. അപ്പോഴേക്കും കോർബറ്റ് അവരുടെ കൃഷിയിടത്തിലേക്ക് നീങ്ങി. അവിടെ ഒരു മൺതിട്ടയിൽ ഇരുന്നു. തൻ്റെ തോക്ക് അദ്ദേഹത്തിൻ്റെ തോളിലേക്ക് ചാരിവെച്ചു. അപ്പോഴേക്കും തമോലി ഗ്രാമത്തിൽ നിന്നും തൻ്റെ കൂട്ടാളികൾ 6 പേരും അവിടേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു. അവരെ കണ്ട ഉടനെ അവരുടെ കയ്യിൽ നിന്നും ഒരു സിഗരറ്റ് മേടിക്കുന്നു. അത് കത്തിച്ച് വലിക്കുന്നതിനിടയിൽ അദ്ദേഹം പറഞ്ഞു, ഈ സിഗരറ്റ് വലിച്ചു കഴിഞ്ഞതിന് ശേഷം ഞാൻ താഴെ കിടക്കുന്ന ആ കടുവയുടെ അടുത്തേക്ക് പോകും. അദ്ദേഹത്തിന് ഉറപ്പുണ്ടായിരുന്നു താഴേക്ക് വീണ കടുവ ജീവൻ വെടിഞ്ഞിട്ടുണ്ടാകും എന്ന്. പക്ഷേ എന്നാലും അല്പനേരം കാത്തിരുന്നതിന് ശേഷം പോകാൻ തന്നെയാണ് അദ്ദേഹം തീരുമാനിച്ചത്. തല്ലാദേശിലേക്ക് എത്തിച്ചേർന്ന് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അദ്ദേഹം തേടി വന്ന ആ നരഭോജി കടുവയെ വേട്ടയാടാനുള്ള ഒരു അവസരം അദ്ദേഹത്തിന് ലഭിച്ചു. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ 8 വർഷമായി ആ പ്രദേശത്ത് ഭീതി വിതച്ചു വന്നിരുന്ന ആ കടുവയെ ഇല്ലാതെയാക്കാനും അദ്ദേഹത്തിന് സാധിച്ചു. ആ ഗ്രാമവാസികൾക്ക് മുന്നിൽ ശരിക്കും ഒരു ഹീറോയെ പോലെ തോക്കും തോളിൽ വെച്ച് അദ്ദേഹം ഇരിക്കുകയാണ്. ഉറപ്പായും ആ നിമിഷങ്ങളെ കോർബറ്റ് ആസ്വദിക്കുക തന്നെയായിരുന്നു. ഒരു കൂട്ടം മനുഷ്യരുടെ ഭയത്തെ ഇല്ലാതാക്കിയ അവരുടെ ഹീറോയാണ് ഇപ്പോൾ കോർബറ്റ്. സാധാരണ ഇതുപോലെയുള്ള വേട്ടകളിൽ പരിക്കേറ്റ കടുവകൾക്ക് പിന്നാലെ ട്രാക്ക് ചെയ്ത് പോകേണ്ടി വരാറുണ്ട്. ഇവിടെ അതിൻ്റെ ആവശ്യവും ഉണ്ടായിട്ടില്ല. ഈ സമയത്ത് തന്നെ ഈ കടുവയെ വേട്ടയാടാനായി അങ്ങോട്ടേക്ക് വരാൻ സമയം നോക്കി പറഞ്ഞ അവിടെയുള്ള ഒരു ജ്യോത്സ്യനെ പറ്റിയുമൊക്കെ കോർബറ്റ് ഈ കഥയിൽ വിവരിക്കുന്നുണ്ട്. അതൊക്കെയാണ് ഈ വിജയത്തിൻ്റെ പിന്നിലെന്ന് വിശ്വസിക്കുന്ന ആളുമായിരുന്നു കോർബറ്റ്. അദ്ദേഹത്തിൻ്റെ സിഗരറ്റ് എരിഞ്ഞു തീരുന്നതിന് മുൻപ് അവിടെ ഇരുന്നു കൊണ്ട് 3ാമത്തെ കടുവ വീണ മരത്തിന് ചുവട്ടിലേക്ക് അദ്ദേഹം ഒന്ന് നോക്കി. ആ കടുവ പതുക്കെ ചലിക്കാൻ തുടങ്ങി. കടുവയുടെ ശരീരം മരത്തിന് പിന്നിലേക്ക്, അതായത് ചരിഞ്ഞ പ്രദേശത്തേക്ക് പതുക്കെ നിരങ്ങി നീങ്ങുകയാണ്.
അതേ നിമിഷത്തിൽ തന്നെ കോർബറ്റ് തൻ്റെ തോക്കെടുത്ത് ഒരിക്കൽ കൂടി നിറയൊഴിച്ചു. ഒരു തയ്യാറെടുപ്പും ഇല്ലാതെ വളരെ പെട്ടെന്നാണ് അദ്ദേഹം തോക്കെടുത്ത് ഷൂട്ട് ചെയ്തത്. ഒരു പക്ഷേ ആ വിജയത്തിൻ്റെ വലിയ ആഹ്ലാദം എന്ന വണ്ണമാകാം അദ്ദേഹം ട്രിഗർ വലിച്ചത്. കടുവ വീണ്ടും താഴേക്ക് പതിച്ചു. മരച്ചില്ലകൾക്കിടയിലൂടെ ആ പാറയുടെ താഴേക്ക് പതിക്കുമ്പോൾ മരച്ചില്ലകൾ ഒടിയുന്ന ശബ്ദവും കേൾക്കാമായിരുന്നു. ഒടുവിൽ ആ കടുവ താഴേക്ക് പതിക്കുന്ന ശബ്ദവും അവർ കേട്ടു. ഉറപ്പായും ആ കടുവയുടെ ശരീരം എടുക്കുന്നതിനായി ആ ഗ്രാമവാസികൾക്ക് കൂടുതൽ താഴ്ചയിലേക്ക് പോകേണ്ടി വരുമെന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ പറഞ്ഞു. സിഗരറ്റ് വലിച്ചു തീർന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ കൂടെ വന്നവരോട് അവിടെ തന്നെ ഇരിക്കാൻ പറഞ്ഞതിന് ശേഷം രണ്ടാമതായി വെടിവെച്ച, അതായത് അടുത്തുണ്ടായിരുന്ന ആ കാട്ടരുവിയിലേക്ക് വീണ കടുവയെ നോക്കുന്നതിനായി അദ്ദേഹം മുന്നോട്ട് നീങ്ങി. അങ്ങോട്ടേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള വഴി അല്പം ബുദ്ധിമുട്ടേറിയതായിരുന്നു. ഏകദേശം 90 ഡിഗ്രി ചരിഞ്ഞ പ്രദേശം എന്ന് തന്നെ പറയാം. എങ്കിലും വളരെ ബുദ്ധിമുട്ടി അദ്ദേഹം അവിടെയുള്ള വേരിലും പാറകളിലുമൊക്കെ പിടിച്ച് പതുക്കെ താഴേക്ക് നീങ്ങി. പെട്ടെന്നാണ് മുകളിൽ നിന്നും ഡുംഗർ സിംഗിൻ്റെ പേടിച്ചിട്ടെന്ന വണ്ണമുള്ള അലർച്ച അദ്ദേഹം കേൾക്കുന്നത്. കടുവ കടുവ എന്ന് തന്നെയായിരുന്നു അവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞത്. അദ്ദേഹം പെട്ടെന്ന് തന്നെ അവിടെ ഇരുന്നു. ശേഷം തൻ്റെ തോക്കെടുത്ത് മുന്നിലുള്ള, അതായത് നദിയിലേക്ക് വീണ കടുവ ഉള്ള ഇടത്തേക്ക് തോക്ക് ചൂണ്ടി അവിടേക്ക് ശ്രദ്ധിക്കുന്നു. അത് കണ്ട ഡുംഗർ സിംഗ് അവിടെയല്ല ഇവിടേക്ക് നോക്ക് എന്ന് ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട്. അത് കോർബറ്റ് കേട്ടു. അദ്ദേഹം ആ മലയിടുക്കിന് മുകളിലേക്ക് വളരെ ശ്രദ്ധയോടെ കയറി വന്നു. ശേഷം ഡുംഗർ സിംഗിനെ നോക്കി. അവൻ എവിടേക്കാണ് ചൂണ്ടിക്കാണിക്കുന്നത് എന്ന് ശ്രദ്ധിക്കുന്നു. അവൻ ചൂണ്ടിക്കാണിച്ചത് അദ്ദേഹം ആദ്യം ഷൂട്ട് ചെയ്ത കടുവ കിടക്കുന്ന ഇടത്തേക്കായിരുന്നു. താൻ ആദ്യം ഷൂട്ട് ചെയ്ത കടുവ കിടന്ന ഇടം കാലിയായിരുന്നു. കോർബറ്റ് അല്പനേരം ശ്രദ്ധിച്ചതിന് ശേഷമാണ് അല്പം ദൂരെയായി ആ കടുവ ഒരു ചെറിയ മൺകൂനയിലേക്ക് നടന്നു നീങ്ങുന്നത് കാണുന്നത്. അത് മുടന്തിയാണ് മുന്നോട്ട് പോകുന്നത്. കഷ്ടിച്ച് 1-2 സ്റ്റെപ്പുകൾ വെക്കുമ്പോൾ തന്നെ അതിൻ്റെ കാലുകൾ ഇടറുന്നുമുണ്ട്. മാത്രമല്ല ആ കടുവയുടെ ഇടതുവശത്തെ മുൻകാലിൻ്റെ മുകളിൽ നിന്നും രക്തം ഒഴുകുന്നുണ്ട്. അദ്ദേഹം നിൽക്കുന്ന ഇടത്ത് നിന്ന് തന്നെ വളരെ സാവധാനം തൻ്റെ തോക്കെടുത്ത് ആ കടുവയ്ക്ക് നേരെ ഉന്നം പിടിച്ചു. കടുവ മുന്നോട്ട് വളരെ പതുക്കെ മുടന്തിക്കൊണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് അതൊന്ന് നിന്നു. ഈ നിമിഷത്തിൽ കോർബറ്റ് ഗണ്ണിൻ്റെ ട്രിഗർ വലിച്ചു. പക്ഷേ ആ ബുള്ളറ്റ് ചെന്ന് പതിച്ചത് ആ കടുവയ്ക്ക് അപ്പുറത്തുള്ള ഒരു മൺതിട്ടയിലായിരുന്നു. വെടിയൊച്ച കേട്ട് ആ കടുവയൊന്ന് വിരണ്ടുവെങ്കിലും പതുക്കെ അടുത്തുള്ള കാട്ടിലേക്ക് നടത്തം തുടർന്നു. കടുവ ഇപ്പോൾ കോർബറ്റിൻ്റെ റൈഫിളിൻ്റെ റേഞ്ചിനുള്ളിൽ തന്നെയാണുള്ളത്. അത് മുന്നോട്ട് നീങ്ങുന്നത് വളരെ സാവധാനവും. പക്ഷേ കോർബറ്റിൻ്റെ കയ്യിലുണ്ടായിരുന്ന 5 ബുള്ളറ്റുകളും തീർന്നിരിക്കുന്നു. മരത്തിനടുത്ത് നിന്നും ഊർന്ന് താഴേക്ക് വീണ കടുവയ്ക്ക് നേരെ വെറുതെ ആവേശത്തിന് പൊട്ടിച്ച ആ ബുള്ളറ്റ് വളരെ വിലപിടിപ്പുള്ളതായിരുന്നു എന്ന് കോർബറ്റിന് അപ്പോഴാണ് മനസ്സിലായത്. നിമിഷങ്ങൾ കൊണ്ട് ആ കടുവ അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്നും അപ്രത്യക്ഷനായി. അപ്പോഴാണ് മുകളിലുണ്ടായിരുന്ന കോർബറ്റിൻ്റെ കൂട്ടാളികൾക്ക് കാര്യം മനസ്സിലായത്. അദ്ദേഹത്തിൻ്റെ മാഗസീനിലുണ്ടായിരുന്ന 5 ബുള്ളറ്റുകളും തീർന്നിരിക്കുന്നു. ഉടൻ തന്നെ കൂട്ടത്തിലെ മാധവ് സിംഗ് 5 ബുള്ളറ്റുകൾ നിറച്ച മറ്റൊരു മാഗസീനുമായി അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. പക്ഷേ അപ്പോഴേക്കും കടുവ കണ്ണിൽ നിന്നും മറഞ്ഞു കഴിഞ്ഞിരുന്നു. മറ്റ് 2 കടുവകളും ജീവൻ വെടിഞ്ഞിട്ടുണ്ടോ എന്ന് കോർബറ്റ് ഉറപ്പുവരുത്തി. ശേഷം അതിനെ പരിശോധിച്ച കോർബറ്റിന് ഒരു കാര്യം ഉറപ്പായി. ആ മരണപ്പെട്ട 2 കടുവകളും ഒരേ പ്രായത്തിലുള്ളവയായിരുന്നു. അതായത് ഇപ്പോൾ മുടന്തി കോർബറ്റിൻ്റെ കണ്ണിൽ നിന്നും കാട്ടിലേക്ക് മറഞ്ഞത് ഈ 2 കടുവകളുടെയും അമ്മയും തല്ലാദേശിലെ ഭീകരിയായ നരഭോജി കടുവയുമായിരുന്നു. ഗ്രാമവാസികളുടെ സഹായത്തോടെ മരണപ്പെട്ട 2 കടുവകളെയും ചുമന്ന് ഗ്രാമത്തിലെത്തിക്കാൻ കോർബറ്റ് തൻ്റെ കൂട്ടാളികളോട് പറഞ്ഞു. എന്നിട്ട് ഒറ്റയ്ക്ക് തന്നെ ആ നരഭോജി കടുവ പോയ വഴിയിൽ അതിനെ പിന്തുടരാൻ തീരുമാനിച്ചു. ആ കടുവയെ അവസാനം കണ്ട ഇടത്തേക്ക് അദ്ദേഹം പതുക്കെ നീങ്ങി. അപ്പോൾ അത് ആദ്യം കിടന്ന സ്ഥലത്ത് കെട്ടിക്കിടക്കുന്ന രക്തം അദ്ദേഹം കണ്ടു. അതിനൊപ്പം തന്നെ വെടിയേറ്റപ്പോൾ ആ കടുവയുടെ മുറിഞ്ഞുപോയ കുറച്ച് രോമങ്ങളും അവിടെ കിടപ്പുണ്ട്. അവിടെ നിന്നും ആ കടുവ പോയ ദിശയിലേക്ക് വഴി കാണിക്കുന്നത് പോലെ വീണ് കിടക്കുന്ന രക്തത്തുള്ളികൾ അദ്ദേഹം കണ്ടു. ആ രക്തത്തുള്ളികൾ ആ കടുവ പോയ അതേ കാട്ടിലേക്ക് തന്നെയാണ് പോകുന്നത്. മുന്നോട്ട് പോകുന്തോറും രക്തത്തിൻ്റെ തുള്ളികൾ പറ്റിക്കിടക്കുന്ന കരിയിലകളും പുല്ലുമൊക്കെ അദ്ദേഹത്തെ മുന്നോട്ട് നയിച്ചു. അല്പദൂരം കൂടി മുന്നോട്ട് പോയപ്പോൾ കണ്ടത് നല്ല പുല്ലുകൾ നിറഞ്ഞ ഈർപ്പമുള്ള ഒരു വനപ്രദേശമാണ്. കടുവയ്ക്ക് ആഴത്തിൽ മുറിവ് പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈർപ്പമുള്ള ഈ പ്രദേശം അത് വിശ്രമിക്കാനായി തിരഞ്ഞെടുക്കുമെന്ന് കോർബറ്റിന് തോന്നി. മാത്രമല്ല ഒരാൾ പൊക്കത്തിൽ നിൽക്കുന്ന ഈ പുല്ലുകൾക്കിടയിൽ കൂടി കടുവയെ പിന്തുടരാൻ ഇനി കഴിയുകയുമില്ല. കാരണം നേരം ഇരുട്ടിത്തുടങ്ങിയിരിക്കുന്നു. പരിക്കേറ്റ ഒരു നരഭോജിയെ അതിന് അനുകൂലമായ സാഹചര്യത്തിൽ പിന്തുടരുന്നത് മരണം വിളിച്ചു വരുത്തുമെന്ന് അദ്ദേഹത്തിന് നന്നായി അറിയാം. ഏതായാലും കോർബറ്റ് അടുത്ത ദിവസം രാവിലെ തിരച്ചിൽ നടത്താൻ തീരുമാനിക്കുന്നു. കുറച്ച് മിനിറ്റുകൾക്ക് മുൻപ് പൂർണ്ണ വിജയം നേടിയതുപോലെ ആഘോഷിച്ച കോർബറ്റ് ഇപ്പോൾ നിരാശനാണ്. 2 കടുവയെ കൊന്നുവെങ്കിലും യഥാർത്ഥ വില്ലൻ, അതായത് പരിക്കേറ്റ നരഭോജി ഇപ്പോഴും കാടിനുള്ളിൽ സ്വതന്ത്രനാണ്. നേരം ഇരുട്ടിയതോടെ പ്രകൃതിയും ആ നരഭോജിയെ സംരക്ഷിക്കുന്നത് പോലെ കോർബറ്റിന് തോന്നി. പക്ഷേ അപ്പോഴും ഒരു കാര്യം കോർബറ്റിനെ കുഴപ്പിക്കുന്നുണ്ടായിരുന്നു.
ഇത്രയും നേരം ആ കടുവ എന്തുകൊണ്ടായിരിക്കും അനങ്ങാതെ പ്രതികരിക്കാതെ കിടന്നത്? ഒരു സാധാരണ മൃഗത്തെ പോലെ ആകില്ല ഒരു നരഭോജിയായ മൃഗത്തിൻ്റെ നീക്കങ്ങളും പ്രതികരണങ്ങളുമൊക്കെ. ഇതൊക്കെ അദ്ദേഹത്തിന് നന്നായി തന്നെ അറിയുകയും ചെയ്യാം. പക്ഷേ ഇത്രയും നേരം ആ മൃഗം പ്രതികരിക്കാതെ ഒരനക്കം പോലും ഇല്ലാതെ കിടന്നത് അദ്ദേഹത്തെ ചിന്തിപ്പിച്ചു. അതിൻ്റെ ഉത്തരം ഈ സംഭവം ഒരു ബുക്കായി എഴുതിയതിന് ശേഷവും അദ്ദേഹത്തിന് ലഭിച്ചിരുന്നില്ല. ഏതായാലും കോർബറ്റ് ആ ഗ്രാമത്തിലേക്ക് തിരികെ പോയി. അടുത്ത ദിവസം രാവിലെ അദ്ദേഹം തൻ്റെ കൂട്ടാളികൾക്കൊപ്പം തലേ ദിവസം വേട്ടയാടിയ 2 കടുവകളുടെയും തൊലി ഉരിക്കുകയും വെയിലിൽ അത് ഉണക്കാനായി വിരിച്ചിടുകയും ഒക്കെ ചെയ്തു. തൊലി ഉരിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ അടുത്തുള്ള മരങ്ങളിൽ അത്യാവശ്യം വലിപ്പമുള്ള കഴുകന്മാർ വന്നിരിക്കുന്നത് അദ്ദേഹത്തിന് കാണാമായിരുന്നു. ഈ കാഴ്ച കാണാൻ ഗ്രാമത്തിലെ ഏകദേശം എല്ലാവരും അവിടെ ചുറ്റും ഒത്തുകൂടിയിട്ടുണ്ട്. ജോലി തുടരുമ്പോൾ തന്നെ കഴിഞ്ഞ ദിവസം കടുവ മറഞ്ഞ പുല്ലുകൾക്കിടയിൽ അതിനെ അന്വേഷിക്കാൻ തന്നെ സഹായിക്കണമെന്നൊക്കെ കോർബറ്റ് ഈ ഗ്രാമവാസികളോട് പറയുന്നുമുണ്ട്. 2 കടുവകളുടെയും ശരീരം പരിശോധിച്ച കോർബറ്റിന് 2 കടുവയും വളരെ ആരോഗ്യവാന്മാരായിരുന്നു എന്ന് മനസ്സിലാക്കി. അതിൻ്റെ വയറ്റിൽ തുണിയുടെ കഷ്ണങ്ങളും ഉണ്ടായിരുന്നു. അപ്പോഴാണ് അവസാനം ആക്രമിക്കപ്പെട്ട സ്ത്രീയുടെ തുണി പോലും കണ്ടെത്താൻ കഴിയാത്തതിൻ്റെ കാരണം അവർക്ക് മനസ്സിലായത്. നരഭോജികൾ മനുഷ്യമാംസത്തിൻ്റെയും രക്തത്തിൻ്റെയും രുചി മനസ്സിലാക്കി കഴിഞ്ഞാൽ രക്തം പുരണ്ട വസ്ത്രങ്ങൾ പോലും ഭക്ഷിക്കും. എന്തായാലും കോർബറ്റ് അന്നേ ദിവസം തന്നെ രാവിലെ കുറച്ച് ഗ്രാമവാസികളുമായി കടുവയെ തിരഞ്ഞിറങ്ങി. കഴിഞ്ഞ ദിവസം അന്വേഷണം അവസാനിപ്പിച്ച ഉയരം കൂടിയ പുല്ലുകൾ നിറഞ്ഞ സ്ഥലത്തേക്ക് അവർ എത്തി. കുറച്ചധികം വലിപ്പമേറിയ ഒരു ഏരിയ തന്നെയായിരുന്നു അത്. അതുകൊണ്ട് കോർബറ്റ് മറ്റൊരു വശത്തുകൂടി ഈ കുറ്റിക്കാടിൻ്റെ അപ്പുറത്തെത്തി. ആ പുല്ലുകൾക്കിടയിൽ തന്നെ കടുവ ഉണ്ടാകുമെന്ന് കോർബറ്റ് ഉറപ്പിച്ചിരുന്നു. കോർബറ്റ് ഈ പുല്ല് നിറഞ്ഞ പ്രദേശത്തിനപ്പുറം എത്തുമ്പോൾ ഗ്രാമവാസികളോട് കൂട്ടമായി ഈ പുല്ലുകൾക്കിടയിൽ ശബ്ദമുണ്ടാക്കി കമ്പുകളും മറ്റും കൊണ്ട് കാടിളക്കി മുന്നോട്ട് നീങ്ങാൻ പറഞ്ഞിരുന്നു. അപ്പുറം എത്തിയതിന് ശേഷം തൻ്റെ ക്യാപ്പ് ഊരി അവരോട് ജോലി തുടങ്ങാൻ സിഗ്നൽ കൊടുത്തു. കല്ലുകൾ എടുത്തെറിഞ്ഞും കമ്പുകൾ കൊണ്ട് പുല്ലുകൾ അടിച്ച് താഴ്ത്തിയുമൊക്കെ ശബ്ദമുണ്ടാക്കി ഉറക്കെ അലറിക്കൊണ്ടൊക്കെ അവർ ആ പുൽമേട്ടിലേക്ക് കടന്നു. അതിനുള്ളിൽ കടുവ ഉണ്ടെങ്കിൽ ഉറപ്പായും കോർബറ്റ് നിൽക്കുന്ന ഇടത്തേക്കായിരിക്കും ഓടിയിറങ്ങുക. അദ്ദേഹം തൻ്റെ തോക്കെടുത്ത് തയ്യാറായി കാത്തിരുന്നു. പക്ഷേ അതിനുള്ളിൽ നിന്നും 1-2 കാട്ടുമുയലുകളും ഒരു കാട്ടുപന്നിയും മാത്രമാണ് പുറത്തേക്ക് വന്നത്. അതിനുള്ളിൽ കടുവയില്ല എന്ന് ഉറപ്പാക്കിയ കോർബറ്റ് എല്ലാവരോടും തിരികെ ഗ്രാമത്തിലേക്ക് പോകാൻ പറഞ്ഞു. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു മൺതിട്ടയിൽ ഇരുന്നു. ഒരു സിഗരറ്റ് എടുത്ത് പുകച്ചു. ഇനി എന്ത് എന്ന ചോദ്യം അദ്ദേഹത്തെ ആശങ്കാകുലനാക്കി. പുല്ലുകൾ നിറഞ്ഞു കിടക്കുന്ന പ്രദേശത്ത് അതിൻ്റെ കാൽപ്പാടുകൾ കണ്ടെത്താൻ സാധിക്കുമായിരുന്നില്ല. മാത്രമല്ല കടുവയുടെ രക്തത്തുള്ളികൾ എവിടെയും കാണാനും സാധിക്കുന്നില്ല. സിഗരറ്റ് പുകച്ചു തീർന്നതിന് ശേഷം മുന്നോട്ട് നടന്നു. മുന്നിൽ ഒരു വലിയ മലയാണ്. അതിന് മുകളിലേക്ക് പോകാതെ കടുവയ്ക്ക് സുരക്ഷിതമായ സ്ഥാനത്തെത്തുക വളരെ പ്രയാസമായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടേക്ക് കോർബറ്റും പതുക്കെ നീങ്ങി. പരിക്കേറ്റ കാലുകളുമായി ഈ മല കയറുക എന്നത് കടുവയെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എങ്കിലും അതുവഴിയല്ലാതെ മുന്നോട്ട് പോകാൻ മറ്റൊരു മാർഗം അതിന് ഉണ്ടായിരുന്നില്ല. ഏതായാലും മലയുടെ മുകളിൽ എത്തും മുൻപ് തന്നെ കോർബറ്റ് കടുവയുടെ കാലടയാളങ്ങൾ കണ്ടു തുടങ്ങി. കാൽപ്പാടുകൾ നീങ്ങുന്നത് മലയുടെ മുകൾ വശത്തേക്ക് തന്നെയാണ്. പക്ഷേ അവിടെ കൂടി താഴേക്ക് പോകാൻ വഴിയുണ്ടായിരുന്നില്ല. ഏകദേശം 90 ഡിഗ്രിയിൽ താഴ്ചയിലേക്കുള്ള ഒരു കുഴിയിലേക്കാണ് ആ മല ചെന്നവസാനിക്കുന്നത്. അദ്ദേഹം ആ മലമുകളിൽ നിന്നും താഴേക്ക് ഒന്ന് നോക്കി. അതൊരു ഡെഡ് പോയിന്റ് തന്നെയായിരുന്നു. പക്ഷേ അവിടെ കടുവയുടെ നഖപ്പാടുകൾ അദ്ദേഹം കണ്ടു. കുഴിയിൽ നിന്നും പിടിച്ച് മുകളിലേക്ക് കയറുകയോ അല്ലെങ്കിൽ താഴേക്ക് ഇറങ്ങാനോ ശ്രമിച്ചതുപോലെ ആ അടയാളങ്ങൾ തോന്നിപ്പിച്ചു. ഏതായാലും അതൊരു വിഫലമായ ശ്രമമായിരുന്നു എന്ന് അദ്ദേഹം മനസ്സിലാക്കി. ഉറപ്പായും താഴേക്ക് ആ കടുവ വീണിട്ടുണ്ട്. എങ്കിൽ ആ കടുവ ജീവനോടെ രക്ഷപ്പെടാൻ ഒരു സാധ്യതയും ഇല്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കി. അദ്ദേഹം ആ മലയുടെ താഴേക്ക് പോകാനുള്ള വഴികൾ തിരയുന്നു. അല്പനേരം ചുറ്റിക്കറങ്ങിയതിന് ശേഷമാണ് താഴേക്ക് ഇറങ്ങാനുള്ള ഒരു ചെറിയ ചരിഞ്ഞ പ്രദേശം അദ്ദേഹത്തിന് കണ്ടെത്താൻ സാധിച്ചത്. വളരെ പതുക്കെ സാവധാനം അദ്ദേഹം താഴേക്ക് നീങ്ങി. അദ്ദേഹം കണക്ക് കൂട്ടിയത് ശരിയായിരുന്നു. അവിടെ ഒരു വലിയ മൃഗം വന്ന് വീണതിൻ്റെ അടയാളം അദ്ദേഹം കണ്ടു. പക്ഷേ ആ അടയാളം സസൂക്ഷ്മം നിരീക്ഷിച്ച കോർബറ്റിന് ഒരു കാര്യം മനസ്സിലായി. അത് ഒരു കടുവയുടെ ശരീരത്തിൻ്റെ അടയാളമല്ല, മറിച്ച് അതിലും വലിയ ഒരു മൃഗത്തിൻ്റെ അടയാളമാണ്. അതൊരു വലിയ കാട്ടുപോത്തിൻ്റെ ശരീരം വീണതിൻ്റെ അടയാളമായിരുന്നു. മലയ്ക്ക് മുകളിലേക്ക് കയറി വന്ന കടുവയുടെ മുന്നിൽ പെട്ടുപോയ ഈ കാട്ടുപോത്ത് ഭയന്ന് ജീവൻ രക്ഷിക്കുന്നതിനുള്ള വെപ്രാളത്തിൽ ഈ കുഴിയിലേക്ക് വീണതാകാം. അതിൻ്റെ അടയാളങ്ങൾക്ക് പിന്നാലെ പോയ അദ്ദേഹത്തിന് കഴുത്തൊടിഞ്ഞ നിലയിൽ മരണപ്പെട്ട ആ കാട്ടുപോത്തിനെ കണ്ടെത്താൻ സാധിച്ചു. ജീവവെപ്രാളം കൊണ്ട് പിടഞ്ഞാണ് അതൊരു മരക്കുറ്റികൾക്കിടയിൽ ചെന്ന് കുരുങ്ങിക്കിടക്കുന്നത്. നിരാശയോടെ അവിടെ പരിശോധിക്കുന്നതിനിടയിൽ അദ്ദേഹം മറ്റൊരു കാഴ്ച കൂടി കണ്ടു. തൊട്ടപ്പുറത്തായി നേർത്ത മൺകൂന പോലെയുള്ള ഇടത്തേക്ക് മറ്റൊരു മൃഗം കൂടി വീണിട്ടുണ്ട്. അത് ഉറപ്പായും അദ്ദേഹം തിരഞ്ഞു വന്ന തല്ലാദേശിലെ നരഭോജി തന്നെയായിരുന്നു. ആ പൂഴിമണ്ണിലേക്ക് വീണതുകൊണ്ട് തന്നെ അതിന് കൂടുതൽ അപകടമൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് കോർബറ്റിന് തോന്നി.
ഉറപ്പായും കാട്ടുപോത്തിനെ വേട്ടയാടാനുള്ള ഒരു ഉദ്ദേശം അതിന് ഉണ്ടായിരിക്കില്ല. കാരണം കടുവ കാട്ടുപോത്തിനെ ആക്രമിക്കുകയോ ഭക്ഷിക്കാൻ ശ്രമിക്കുകയോ ചെയ്തിട്ടില്ല. മാത്രമല്ല, ആ മൃഗത്തിന് അപ്പോൾ വേണ്ടത് വിശ്രമിക്കാൻ സുരക്ഷിതമായ ഒരിടമായിരുന്നു. കടുവയെ കണ്ട മാത്രയിൽ ആ കാട്ടുപോത്ത് പേടിച്ച് എടുത്ത് ചാടിയിട്ടുണ്ടാകാം. ആ മലയുടെ ഈ ഭാഗത്തേക്ക് എത്താൻ ഒരുപാട് കറങ്ങി വരേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടാണ് കടുവ ഇതുവഴി തന്നെ ഇറങ്ങാൻ ശ്രമിക്കുകയും പിന്നീട് പിടിവിട്ട് താഴേക്ക് വീഴുകയും ചെയ്തിട്ടുണ്ടാകാം. ഏതായാലും അവിടെ നിന്നും മുന്നിലേക്ക് ഒരു വലിയ വനത്തിലേക്കുള്ള തുടക്കമാണ്. ഇത് കോർബറ്റിന് നിരാശ നൽകുന്ന ഒരു കാര്യം തന്നെയായിരുന്നു. പക്ഷേ അവിടം പരിശോധിച്ച കോർബറ്റിന് കടുവയുടെ കാലടയാളങ്ങൾ ലഭിച്ചു. മാത്രമല്ല, ഇപ്പോൾ ആ നരഭോജിയുടെ ശരീരത്തിൽ നിന്നും രക്തത്തുള്ളികൾ വീഴുന്നുണ്ട്. ഒരു പക്ഷേ ഈ മലയ്ക്ക് മുകളിൽ നിന്നും താഴേക്ക് വീഴുമ്പോൾ കഴിഞ്ഞ ദിവസമുണ്ടായ ആ മുറിവിൽ ഇളക്കം തട്ടിക്കാണും. അതുകൊണ്ടാകണം ഇപ്പോൾ രക്തത്തുള്ളികൾ കാണാൻ സാധിച്ചത്. അവിടെ കണ്ട രക്തത്തുള്ളികൾ വീണിട്ട് അധിക നേരമായിട്ടില്ല. കൂടിപ്പോയാൽ ഇപ്പോൾ കടുവ കോർബറ്റ് നിൽക്കുന്ന സ്ഥലത്ത് നിന്നും 3 അല്ലെങ്കിൽ 4 മിനിറ്റ് ദൂരത്തിലാവും ഉണ്ടാവുക. കോർബറ്റ് രക്തത്തുള്ളികളെ പിന്തുടർന്ന് മുന്നോട്ട് പോകാൻ തുടങ്ങി. പക്ഷേ അവിടെയും ആ നരഭോജിയെ സംരക്ഷിക്കാൻ പ്രകൃതി തുനിഞ്ഞിറങ്ങി. അതിശക്തമായ മഴ വീശിയടിച്ചു. ഉറപ്പായും ഈ മഴയിൽ ആ രക്തത്തുള്ളികളും കാലടയാളങ്ങളുമൊക്കെ ഇല്ലാതെയാകും. കാറ്റും അതിശക്തമായ മഴയും കാരണം കോർബറ്റിന് മുന്നോട്ട് പോകാൻ സാധിക്കുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ തിരികെ ഗ്രാമത്തിലേക്ക് പോകാൻ അദ്ദേഹം തീരുമാനിച്ചു. കോർബറ്റിൻ്റെ തോക്കിൻ്റെ മുൻപിൽ നിന്നും 2 തവണയും ആ വലിയ മലയുടെ മുകളിൽ നിന്ന് താഴേക്ക് വീഴുമ്പോൾ 1 തവണയും ചേർത്ത് ഇപ്പോൾ തന്നെ 3 തവണ മരണത്തെ അതിജീവിച്ച് കഴിഞ്ഞു ആ നരഭോജി. അടുത്ത ദിവസം രാവിലെ തന്നെ തൻ്റെ കൂട്ടാളികളായ 6 പേരുമായി താഴ്വാരത്തിലേക്ക് അവർ പതുക്കെ നീങ്ങി. അവിടെ ഉണ്ടായിരുന്ന കാട്ടുപോത്തിൻ്റെ തോലുരിക്കുന്നതിനായി തൻ്റെ കൂട്ടാളികളെ ഏൽപ്പിച്ചതിന് ശേഷം അദ്ദേഹം കഴിഞ്ഞ ദിവസം കടുവയുടെ കാലടയാളങ്ങളും രക്തത്തുള്ളികളും കണ്ട ഇടത്തേക്ക് നീങ്ങി. തലേ ദിവസം കണ്ട കാലടയാളങ്ങളും രക്തത്തുള്ളികളും ഒന്നും അവിടെ ബാക്കിയുണ്ടായിരുന്നില്ല. എല്ലാം മഴയിൽ ഇല്ലാതെയായിരിക്കുന്നു. ഏതായാലും അതേ ദിശയിൽ തന്നെ അദ്ദേഹം മുന്നോട്ട് നീങ്ങി. ആ വഴി ചെന്നവസാനിക്കുന്നത് താഴേക്ക് പോകുന്ന 2 വഴികളിലേക്കാണ്. ഏതായാലും കോർബറ്റ് തൻ്റെ വലതുവശത്തേക്ക് തിരിഞ്ഞ് താഴേക്ക് നടന്നു. അത് ചെന്നവസാനിക്കുന്നത് ഒരു വലിയ മലയിടുക്കിലേക്കാണ്. അവിടെ നിന്നും ഒരു കടുവയെപ്പോലെയുള്ള വലിയ മൃഗത്തിന് പിടിച്ച് മുകളിലേക്ക് കയറാൻ സാധിക്കുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം അവിടെ നിന്നും തിരിച്ചു വന്ന ശേഷം ഇടത്തേക്ക് കണ്ട വഴിയിലേക്ക് നടന്നു. അവിടെ കുറച്ചു നേരം മുന്നോട്ട് പോകുമ്പോൾ മഴയിൽ ഭാഗികമായി മാഞ്ഞുപോയ കടുവയുടെ കാൽപ്പാടുകൾ അദ്ദേഹം കണ്ടു. അല്പം കൂടി മുന്നോട്ട് പോകുമ്പോൾ കരിയിലകൾ കൂടിക്കിടക്കുന്ന ഒരിടം മണ്ണിൽ പതിഞ്ഞിരിക്കുന്നത് അദ്ദേഹം ശ്രദ്ധിച്ചു. അവിടെ രക്തത്തുള്ളികൾ പടർന്നിരിക്കുന്നു. ഉറപ്പായും കഴിഞ്ഞ ദിവസം രാത്രി ആ കടുവ വിശ്രമിച്ച ഇടമായിരിക്കണം അതെന്ന് കോർബറ്റ് ഉറപ്പിച്ചു. പക്ഷേ അദ്ദേഹത്തെ ഞെട്ടിച്ച മറ്റൊരു കാര്യം, ആ കടുവ അവിടെ നിന്നും എഴുന്നേറ്റ് പോയിട്ട് ഏതാനും മിനിറ്റുകൾ മാത്രമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. കടുവ ഒന്നുകിൽ തന്നിൽ നിന്നും ദൂരെ പോയിരിക്കാം, അല്ലെങ്കിൽ തന്നെ ഇരയാക്കാൻ എവിടെയോ ഇരുന്നു കൊണ്ട് തന്നെ നിരീക്ഷിക്കുന്നുണ്ടാകാമെന്ന് കോർബറ്റിന് തോന്നി. അവിടെ നിന്നും സാവധാനം പിന്മാറുന്നതാണ് ബുദ്ധിയെന്ന് അദ്ദേഹത്തിന് തോന്നി. തൻ്റെ തോക്കെടുത്ത് തയ്യാറാക്കി വളരെ ശ്രദ്ധയോടെ കോർബറ്റ് കാട്ടുപോത്തിൻ്റെ അടുത്തുള്ള തൻ്റെ കൂട്ടാളികളുടെ അടുത്തേക്ക് തിരികെ പോയി. അവിടെ അവർ ആ കാട്ടുപോത്തിൻ്റെ തുകൽ ഉരിഞ്ഞതിന് ശേഷം അതിൻ്റെ മാംസം ഗ്രാമത്തിലേക്ക് എത്തിക്കുന്നതിനായി പല ഭാഗങ്ങളാക്കി എല്ലാവർക്കും പങ്കിടുന്ന തിരക്കിലായിരുന്നു. അവിടെ നിന്നും അവരെയും കൂട്ടി ആ കടുവയുടെ രക്തം കണ്ട ഇടത്തേക്ക് കോർബറ്റ് പോയി. ആ കടുവ കിടന്ന ഇടത്ത് കണ്ട രക്തത്തിൻ്റെ അളവ് മനസ്സിലാക്കി അവർ പറഞ്ഞു, ആ കടുവയ്ക്ക് ഉറപ്പായും വളരെ ആഴത്തിൽ മുറിവ് പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് താമസിയാതെ തന്നെ ആ കടുവ മരണപ്പെടും എന്ന്. പക്ഷേ ഈ അഭിപ്രായത്തോട് കോർബറ്റിന് യോജിക്കാൻ സാധിച്ചില്ല. ഒരുപക്ഷെ ആ മുറിവ് അതിൻ്റെ ജീവൻ എടുക്കാൻ തക്ക മാരകമല്ല എങ്കിൽ ആ നരഭോജി അതിനെ അതിജീവിക്കും. പിന്നെ അതിനെ വേട്ടയാടുക കൂടുതൽ അപകടകരമായിരിക്കും. ഏതായാലും അവിടെ നിന്നും കടുവ പോയിരിക്കുന്ന കാൽപ്പാടുകൾ പിന്തുടർന്ന് അവർ മുന്നോട്ട് നടന്നു. അധികം കുറ്റിക്കാടുകളോ പുല്ലുകളോ ഒന്നുമില്ലാത്ത വലിയ മരങ്ങളാൽ നിറഞ്ഞ പ്രദേശമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ കോർബറ്റ് കൂടെയുള്ളവരോട് മരത്തിന് മുകളിൽ കയറാനും അതിന് മുകളിൽ ഇരുന്നു കൊണ്ട് തന്നെയും തൻ്റെ ചുറ്റുപാടിനെയും നിരീക്ഷിക്കാനും പറഞ്ഞു. എന്തെങ്കിലും അപകട സൂചന ഉണ്ടായാൽ വിസിലടിച്ച് സൂചന തരാനും അവരോട് പറഞ്ഞു. കടുവയുടെ കാൽപ്പാടുകൾ പിന്തുടർന്ന് കോർബറ്റ് മറ്റൊരു മലയടിവാരത്തിലാണ് ചെന്നെത്തിയത്. കടുവയുടെ കാൽപ്പാടുകൾ പിന്തുടരുന്നത് കോർബറ്റിന് വളരെയധികം ഇൻട്രസ്റ്റ് ഉള്ള കാര്യം തന്നെയാണ്. മുന്നോട്ട് പോകുന്തോറും കടുവയുടെ ശരീരത്തിൽ നിന്ന് വീഴുന്ന രക്തത്തിൻ്റെ അളവിൽ കുറവ് വരുന്നത് അദ്ദേഹം ശ്രദ്ധിച്ചു. പിന്നീട് പതുക്കെ പതുക്കെ ആ രക്തത്തുള്ളികൾ ഇല്ലാതെയായി. ഇനി കാൽപ്പാടുകൾ നോക്കുകയോ അല്ലെങ്കിൽ ആ കടുവ കടന്നുപോയ വഴികളിൽ ചരിഞ്ഞു കിടക്കുന്ന പുല്ലിൻ്റെയും അത് ചവിട്ടിയൊടിച്ച മരക്കമ്പുകളുടെയും അടയാളങ്ങൾ പിന്തുടർന്ന് വേണം കോർബറ്റിന് മുന്നോട്ട് പോകാൻ. അങ്ങനെ ഒരു കടുവയെ പിന്തുടരുക എന്നത് എളുപ്പമുള്ള കാര്യമാണ് എങ്കിലും അതിൽ വേഗത കുറവായിരിക്കും. കടുവ കടന്നുപോയ വഴികളിൽ കൂടി വളരെ ശ്രദ്ധാപൂർവം അദ്ദേഹം മുന്നോട്ട് നടന്നു. മുന്നോട്ട് പോകുന്തോറും കടുവയെ പിന്തുടരുന്നത് എളുപ്പമായി മാറി.
കാരണം കടുവ ഇപ്പോൾ നേർരേഖയിലാണ് സഞ്ചരിക്കുന്നത്. പക്ഷേ അതിനിടയ്ക്ക് കഴിഞ്ഞ 3-4 ദിവസങ്ങളായി തുടർച്ചയായുള്ള യാത്രയും വേട്ടയാടലും ഒക്കെ കൂടിയായപ്പോൾ അതിൻ്റെ ക്ഷീണം കോർബറ്റിനെ ബാധിച്ചു തുടങ്ങിയിരുന്നു. ആ ട്രാക്കിംഗ് ചെന്നവസാനിച്ചത് ഒരു വലിയ കുറ്റിക്കാടിന് മുന്നിലേക്കാണ്. ഉറപ്പായും ആ കുറ്റിക്കാടിനുള്ളിൽ ആ നരഭോജി ഉണ്ടായിരിക്കാം. പക്ഷേ എപ്പോൾ വരെ ആ കടുവ കോർബറ്റിനെ ആക്രമിക്കാൻ ശ്രമിക്കുന്നില്ലയോ അപ്പോൾ വരെ ആ കടുവയെ കാണാനോ ഷൂട്ട് ചെയ്യാനോ അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നില്ല. പക്ഷേ കോർബറ്റിൻ്റെ ധാരണ വളരെ തെറ്റായിരുന്നു. കടുവ ഈ കുറ്റിക്കാടും കടന്ന് തൻ്റെ നടത്തം തുടരുകയായിരുന്നു. കാട്ടിലെ ചെറുമൃഗങ്ങളുടെയും പക്ഷികളുടെയും ഒക്കെ ശബ്ദങ്ങൾ നിരീക്ഷിച്ചാൽ കടുവ എങ്ങോട്ടാണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അക്കാര്യത്തിൽ കോർബറ്റ് വളരെ മിടുക്കനായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ കഴിവ് കോർബറ്റിനില്ല. അദ്ദേഹത്തിൻ്റെ ഒരു ചെവിയുടെ കേൾവിശക്തി പൂർണ്ണമായും നഷ്ടപ്പെട്ടിരിക്കും. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ജീവികളുടെ ശബ്ദം കേട്ടാൽ പോലും അത് കൃത്യമായി ഏത് ദിക്കിൽ നിന്ന് വന്നതാണെന്ന് തിരിച്ചറിയാൻ അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നില്ല. തൻ്റെ കുറവുകൾ അദ്ദേഹം മനസ്സിലാക്കിയെങ്കിലും ആ അവസ്ഥയിലും ഒരു കടുവ, അത് ഒരു നരഭോജിയാണെങ്കിൽ കൂടി, ഒരു വേട്ടയിൽ തന്നിൽ മേൽക്കൈ നേടാൻ സാധിക്കില്ല എന്ന് അദ്ദേഹത്തിന് ആത്മവിശ്വാസമുണ്ടായിരുന്നു. എങ്കിലും വളരെ കുറഞ്ഞ ശബ്ദത്തിൽ കൂടിയാണെങ്കിലും ചുറ്റുമുള്ള ചെറിയ മൃഗങ്ങളും പക്ഷികളും ബഹളമുണ്ടാക്കുന്നത് അദ്ദേഹത്തിന് കേൾക്കാമായിരുന്നു. അത് ഏത് ദിക്കിൽ നിന്നാണ് വരുന്നതെന്ന് മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. എങ്കിലും അതെല്ലാം ഒരു അപകടത്തിൻ്റെ മുന്നറിയിപ്പാണ് എന്ന് മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഇനി അദ്ദേഹത്തിൻ്റെ കണ്ണുകളെ മാത്രം വിശ്വസിച്ചുകൊണ്ട് ആ കടുവയെ തിരയുക എന്നതാണ് ഒരേ ഒരു വഴി. വളരെ കരുതലോടെ കടുവയുടെ കാലടയാളങ്ങൾ പിന്തുടർന്ന് അദ്ദേഹം മുന്നോട്ട് നീങ്ങുകയാണ്. കഴിഞ്ഞ 4-5 ദിവസത്തെ യാത്രയും വേട്ടയുമൊക്കെ അദ്ദേഹത്തിൻ്റെ ശരീരത്തെ വളരെയധികം ക്ഷീണിപ്പിക്കുന്നുമുണ്ട്. അപ്പോഴാണ് മരത്തിൻ്റെ മുകളിലുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ കൂട്ടാളികൾ വിസിലടിക്കുന്നത് അദ്ദേഹം കേട്ടത്. അവർ ഇരിക്കുന്ന മരം ഏതാണെന്നും ഏത് ദിശയിലാണെന്നും അദ്ദേഹത്തിന് നേരത്തെ തന്നെ അറിയാമായിരുന്നു. അതുകൊണ്ട് ശബ്ദം കേട്ട ഉടനെ ആ മരത്തിന് മുകളിലേക്ക് അദ്ദേഹം നോക്കി. അവർ മുന്നിൽ കാണുന്ന മലയ്ക്ക് മുകളിലേക്കാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അദ്ദേഹം ആ മലയ്ക്ക് മുകളിലേക്ക് കഴിയുന്നത്ര വേഗത്തിൽ ഓടിക്കയറി. ആ മലയുടെ മറുവശത്തെ പുല്ലുകൾ നിറഞ്ഞ ഭാഗത്തുകൂടി കടുവ താഴേക്ക് പോയതിൻ്റെ അടയാളം അദ്ദേഹത്തിന് വ്യക്തമായി കാണാമായിരുന്നു. ആ ചരിഞ്ഞ മലയുടെ ഭാഗം ചെന്നവസാനിക്കുന്നത് ഒരു ചെറിയ നദിക്കരയിലേക്കാണ്. അവിടേക്ക് ചെന്നെത്തിയ കോർബറ്റിന് അവിടെ കണ്ട അടയാളങ്ങളിൽ നിന്നും ആ ചെറിയ നദിയിലെ വെള്ളം കുടിച്ചതിന് ശേഷം ക്ഷീണമകറ്റിയ കടുവ നദി മറികടന്ന് അതിനപ്പുറത്തേക്കുള്ള വനത്തിലേക്ക് കടന്നിരിക്കുന്നു എന്ന് മനസ്സിലാക്കി. കഴിഞ്ഞ ദിവസം അന്വേഷണം തുടങ്ങിയിടത്ത് നിന്നും ഇപ്പോൾ എത്തി നിൽക്കുന്ന ഇടം വരെ 4 മൈലുകൾ ദൂരമാണുള്ളത്. ഈ 4 മൈലുകൾ അദ്ദേഹത്തിന് സഞ്ചരിക്കാനെടുത്ത സമയം ഏകദേശം 7 മണിക്കൂറുകളായിരുന്നു. അങ്ങ് ദൂരെ മരത്തിന് മുകളിലിരിക്കുന്ന തൻ്റെ ആളുകളെ കൈവീശി തൻ്റെ അടുത്തേക്ക് വരാൻ അദ്ദേഹം സൂചന നൽകി. അവിടെ നിന്നും തിരികെ പോകാനുള്ള സമയമായെന്ന് തൻ്റെ കൂട്ടാളികളോട് കോർബറ്റ് പറഞ്ഞു. തിരികെ ഗ്രാമത്തിലേക്ക് നടന്നവർക്ക് ഏകദേശം രാത്രി 8 മണിയോടുകൂടിയാണ് ഗ്രാമത്തിൽ എത്തിച്ചേരാൻ സാധിച്ചത്. അടുത്ത ദിവസം രാവിലെ പ്രഭാത ഭക്ഷണത്തിന് ശേഷം വെയിലിൽ ഉണങ്ങാൻ വിരിച്ചിട്ടിരുന്ന 2 കടുവകളുടെയും തുകലൊക്കെ ഒരിക്കൽ കൂടി എടുത്ത് വൃത്തിയാക്കി കോർബറ്റ് ഉണങ്ങാൻ വിരിച്ചിട്ടു. ശേഷം അദ്ദേഹം കഴിഞ്ഞ ദിവസം എവിടെയാണോ കടുവയെ പിന്തുടർന്ന് യാത്ര അവസാനിപ്പിച്ചത് അവിടേക്ക് യാത്ര തുടർന്നു. അവിടെ ചെന്നെത്തിയ ശേഷം ആ പരിസരമാകെ അദ്ദേഹം ഒന്നുകൂടി വീക്ഷിച്ചു. അവിടെ പരിസരങ്ങളിലായി പല വിധത്തിലുള്ള മൃഗങ്ങളുടെയും കാലടയാളങ്ങൾ അദ്ദേഹം കണ്ടു. മാനുകളുടെയും കാട്ടുപോത്തുകളുടെയും കരടിയുടെയും ഒക്കെ കാൽപ്പാടുകൾ അദ്ദേഹം അവിടെ കണ്ടു. ആ ഭാഗം ഒരിക്കലും ഒരു നരഭോജിയായ കടുവയെ വേട്ടയാടാൻ പറ്റിയ ഇടമായിരുന്നില്ല. എങ്കിലും ഇത്തവണയും അദ്ദേഹം തൻ്റെ കൂട്ടാളികളെ അടുത്തുള്ള ഉയരമുള്ള മരങ്ങളിൽ കയറി സ്ഥാനം പിടിക്കാൻ പറഞ്ഞു. മുന്നോട്ട് അധികം മരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് വ്യക്തമായി മുന്നോട്ടുള്ള കാഴ്ചകൾ കാണാൻ സാധിക്കുമായിരുന്നു. ഏതെങ്കിലും തരത്തിലുള്ള സൂചന എങ്ങനെ നൽകണമെന്നും അവരെ പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്തിരുന്നു. 3 ദിവസങ്ങൾ കടന്നുപോയിരിക്കുന്നു. അതായത് ഏപ്രിൽ 7-ാം തീയതിയാണ് അദ്ദേഹം ആ കടുവയ്ക്ക് നേരെ വെടിയുതിർത്ത് പരിക്കേൽപ്പിച്ചത്. ഇന്ന് തീയതി ഏപ്രിൽ 10 ആയിരിക്കുന്നു. ഒരു കടുവയ്ക്ക് പറ്റിയിരിക്കുന്നത് ഒരു ചെറിയ പരിക്കാണെങ്കിൽ ഉറപ്പായും ഒരു മനുഷ്യനെ കണ്ടാൽ അവരിൽ നിന്നും ഓടി മറയാനാണ് സാധ്യത. പക്ഷേ ഒരു നരഭോജി കടുവയ്ക്ക് വളരെ ആഴത്തിലുള്ള മുറിവ് സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ ആ മുറിവിൻ്റെ വേദന അതിനെ കൂടുതൽ അപകടകാരിയാക്കും. മാത്രമല്ല മനുഷ്യനെ കണ്ട മാത്രയിൽ അതിശക്തമായ ആക്രമണം അത് നടത്തുകയും ചെയ്യും. ഇവിടെ ആ നരഭോജിയായ കടുവയ്ക്ക് എത്ര ആഴത്തിൽ പരിക്കേറ്റിട്ടുണ്ട് എന്നതിൽ കോർബറ്റിന് ഒരു ഉറപ്പും ഉണ്ടായിരുന്നില്ല. ഏപ്രിൽ 4-ാം തീയതിയാണ് ഈ കടുവ അവസാനത്തെ ഇരപിടുത്തം നടത്തിയിരിക്കുന്നത്. അതായത് ഗ്രാമത്തിലെ സ്ത്രീയെ ഭക്ഷിച്ചിരിക്കുന്നത്. അതിനുശേഷം ഇന്ന് വരെയും ആ കടുവ ഒന്നും ഭക്ഷിച്ചിരിക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ അവൻ ഇരപിടിക്കാൻ തയ്യാറായി കഴിഞ്ഞിരിക്കാം. ഏതായാലും നദി മറികടന്നതിന് ശേഷം അതിൻ്റെ കാൽപ്പാടുകൾ പിന്തുടർന്ന് കോർബറ്റ് മുന്നോട്ട് നീങ്ങി. അല്പദൂരം നടന്നപ്പോൾ തന്നെ കഴിഞ്ഞ ദിവസം രാത്രി മുഴുവൻ ആ കടുവ വിശ്രമിച്ച ഒരിടം അദ്ദേഹം കണ്ടു. അവിടെ കടുവ വളരെ നേരം കിടന്ന അടയാളങ്ങൾ ഉണ്ടായിരുന്നു.
അടയാളങ്ങളിൽ നിന്നും അതിൻ്റെ മുറിവിൽ പറ്റിപ്പിടിക്കാൻ പാറിപ്പറക്കുന്ന പ്രാണികൾ കാരണം ആ കടുവ ബുദ്ധിമുട്ടുന്നുണ്ട് എന്ന് മനസ്സിലായി. കാരണം ഒരിടത്ത് കിടക്കുന്നതിന് പകരം അങ്ങോട്ടും ഇങ്ങോട്ടും ചരിഞ്ഞും നീങ്ങിയും ഒക്കെ കിടക്കുന്നതിൻ്റെ അടയാളമാണ് അവിടെ ഉണ്ടായിരുന്നത്. അവിടെ നിന്നും മുന്നോട്ടുള്ള കടുവയുടെ കാൽപ്പാടുകൾ പിന്തുടർന്ന് അദ്ദേഹം മുന്നോട്ട് നടന്നു. കാറ്റിൻ്റെ ദിശയനുസരിച്ച് തൻ്റെ മണം ആ കടുവയ്ക്ക് ഉറപ്പായും ലഭിക്കുന്നുണ്ടായിരിക്കണം. അത് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരാക്രമണം അദ്ദേഹം പ്രതീക്ഷിച്ചു. ഏതവസ്ഥയിലും കടുവ ഒരിക്കലും മുന്നിൽ നിന്നും ആക്രമിക്കില്ല എന്ന് അദ്ദേഹത്തിന് അറിയാം. ഒന്നുകിൽ പിന്നിൽ നിന്നും, അല്ലെങ്കിൽ വലതുവശത്ത് നിന്നോ ഇടതുവശത്ത് നിന്നോ ആകാം കടുവ ആക്രമണം നടത്തുക. ചാടി വീഴാൻ തക്ക ദൂരം എപ്പോഴും ഇരകളിൽ നിന്നും അവർ കാത്തു സൂക്ഷിക്കാറുണ്ട്. താൻ വേട്ടയാടുന്ന നരഭോജിയുടെ മുൻകാലുകളിൽ പരിക്ക് പറ്റിയതുകൊണ്ട് തന്നെ അവൻ തന്നെ ആക്രമിക്കുകയാണെങ്കിൽ ഉറപ്പായും വളരെ അടുത്തു നിന്നായിരിക്കും ചാടി വീഴുക എന്ന് അദ്ദേഹത്തിനറിയാം. ഈ സാഹചര്യങ്ങളെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് അദ്ദേഹം മുന്നോട്ട് നീങ്ങിയത്. അന്നും രാത്രി വരെ നടത്തിയ ശ്രമങ്ങളൊക്കെ പരാജയമായിരുന്നു. അടുത്ത ദിവസം, അതായത് ഏപ്രിൽ 11 രാവിലെ തന്നെ തിരച്ചിൽ പുനരാരംഭിച്ചു. അന്നും തലേ ദിവസം രാത്രി കടുവ വിശ്രമിച്ച ഇടം കണ്ടെത്താൻ അദ്ദേഹത്തിന് സാധിച്ചു. അവിടെ നിന്നും കാൽപ്പാടുകൾ പിന്തുടർന്ന കോർബറ്റ് ചെന്നെത്തിയത് വന്യമൃഗങ്ങളുടെ ഒരു വലിയ പാതയിലേക്കാണ്. അവിടെ വേറെയും മൃഗങ്ങളുടെ കാൽപ്പാടുകൾ കാണുന്നുണ്ട്. അതിനിടയ്ക്ക് കടുവയുടെ കാൽപ്പാടുകൾ തിരയുക എന്നത് വളരെ പ്രയാസകരം തന്നെയായിരുന്നു. ഈ കടുവയുടെ കാൽപ്പാടുകൾ ഒരു കാര്യം അദ്ദേഹത്തെ സൂചിപ്പിച്ചു. ഇത്തവണ ആ നരഭോജി വെറുതെയല്ല നടക്കുന്നത്, മറിച്ച് അത് ഒരു ഇര തേടുകയാണ്. കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ ആ കടുവ ഭക്ഷിച്ച ഒരു മാനിൻ്റെ ശരീരാവശിഷ്ടം അദ്ദേഹം കണ്ടു. ഒരു ചെറിയ മാൻകുട്ടിയായിരുന്നു അത്. ഏകദേശം പൂർണ്ണമായും കടുവ അതിനെ ഭക്ഷിച്ചുവെങ്കിലും ആ വലിയ കടുവയുടെ വിശപ്പ് അവസാനിപ്പിക്കാൻ മാത്രം മാംസം അതിൽ ഉണ്ടായിരുന്നില്ല. വീണ്ടും കോർബറ്റ് മുന്നോട്ട് നീങ്ങുകയാണ്. ദിവസങ്ങൾ നീണ്ടുനിന്ന ഈ വേട്ടയുടെ പ്രതിഫലമായി കോർബറ്റിൻ്റെ കഴുത്തിൽ നീര് വന്നിരിക്കുന്നു. വേദന കാരണം കഴുത്തനക്കാൻ പോലും അദ്ദേഹം പാടുപെടുന്നുണ്ട്. ഇടത് കണ്ണ് ചുവന്നു തൊടുത്ത് നീര് വന്ന് പൂർണ്ണമായും അടഞ്ഞിരിക്കുന്നു. അന്ന് മുഴുവൻ ദിവസവും കടുവയെ അദ്ദേഹം പിന്തുടർന്നുവെങ്കിലും അതിനെ കാണാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. പക്ഷേ അന്നേ ദിവസം കടുവയുടെ കാൽപ്പാടുകൾ നീളുന്നത് ഗ്രാമത്തിലേക്കാണെന്ന യാഥാർത്ഥ്യം അദ്ദേഹം തിരിച്ചറിഞ്ഞു. തല്ലാദേശിലെ ഗ്രാമവാസികൾ കഴിഞ്ഞ 8 വർഷത്തിലധികമായി ഭയന്നിരുന്ന ആ നരഭോജിയെ കോർബറ്റ് ഉറപ്പായും ഇല്ലാതെയാക്കും എന്ന് വിശ്വസിച്ചിരുന്നു. ആ വിശ്വാസം തകർക്കാൻ ഈ പരിക്കുകളൊന്നും കാരണമാകരുത് എന്ന് കോർബറ്റ് മനസ്സിൽ കരുതി. കടുവയുമായുള്ള അടുത്ത കൂടിക്കാഴ്ചയിൽ അവരുടെ എല്ലാ ഭയവും ഇല്ലാതെയാക്കണമെന്നും അദ്ദേഹം മനസ്സിൽ ഉറപ്പിച്ചു. അത്താഴത്തിന് പകരം അദ്ദേഹം അന്ന് ഒരു ചായ മാത്രമാണ് ആവശ്യപ്പെട്ടത്. അത് കുടിച്ചതിന് ശേഷം ഒരു സിഗരറ്റ് കത്തിച്ച് വലിച്ചുകൊണ്ട് തൻ്റെ കൂട്ടാളികളുടെ അടുത്തേക്ക് അദ്ദേഹം പോയി. അദ്ദേഹം തൻ്റെ ആളുകളോട് പറഞ്ഞു, രാവിലെ വരെ താൻ തിരികെ വന്നില്ല എങ്കിൽ എൻ്റെ സാധനങ്ങളും പാക്ക് ചെയ്ത് രാവിലെ തന്നെ നിങ്ങൾ നൈനിതാളിലേക്ക് യാത്രയാകണം. ഇത് പറഞ്ഞേൽപ്പിച്ച ശേഷം കോർബറ്റ് പൂർണ്ണചന്ദ്രൻ്റെ പ്രകാശം കൊണ്ട് മുഖരിതമായ ഈ രാത്രിയിൽ തന്നെ വീണ്ടും താൻ അന്വേഷണം അവസാനിപ്പിച്ച ഇടത്തേക്ക് യാത്രയായി. കുറച്ചു ദൂരം നടന്നതിന് ശേഷം തിരിഞ്ഞു നോക്കിയ അദ്ദേഹം ഇരുട്ടിൽ തന്നെ നോക്കി നിൽക്കുന്ന തൻ്റെ കൂട്ടാളികളെയാണ് കണ്ടത്. അവരോട് എന്തിനായിരിക്കും താൻ അങ്ങനെ പറഞ്ഞതെന്ന് ചിന്തിച്ചായിരിക്കും അവർ നിൽക്കുന്നതെന്ന് അദ്ദേഹത്തിന് തോന്നി. തൻ്റെ തോക്കെടുത്ത് തോളിൽ വെച്ച് അദ്ദേഹം മുന്നോട്ട് നടന്നു നീങ്ങി. ഒട്ടും പരിചിതമില്ലാത്ത ഒരു കാട്ടിൽ രാത്രിയിൽ നരഭോജിയെ തേടുക എന്നത് ഒരു വലിയ വെല്ലുവിളി തന്നെയാണ്. ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ കോർബറ്റ് സ്വയം തീരുമാനിച്ചതാണ്. കാരണം ആ നരഭോജിയായ മൃഗം ഇപ്പോൾ താൻ കാരണം പരിക്കേറ്റ ഒരു മൃഗം കൂടിയാണ്. ഇനി ആ മൃഗം ഒരു മനുഷ്യനെ ആക്രമിച്ചാൽ അത് താൻ കാരണമാകുമെന്ന് കോർബറ്റിന് തോന്നി. വേദനയാൽ തിരിക്കാൻ പോലും കഴിയാത്ത കഴുത്തും നീരുവെച്ചടഞ്ഞിരിക്കുന്ന ഇടത്തെ കണ്ണും അദ്ദേഹത്തിന് വെല്ലുവിളിയാണ്. എങ്കിലും അദ്ദേഹം കുറച്ചു മുമ്പ് താൻ ട്രാക്കിംഗ് അവസാനിപ്പിച്ച ഇടത്തേക്ക് ചെന്നെത്തി. ഇപ്പോൾ അദ്ദേഹത്തെ സഹായിക്കാനായി അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ പൂർണ്ണ ആരോഗ്യാവസ്ഥയിലുള്ളത് അദ്ദേഹത്തിൻ്റെ വലത് കണ്ണ് മാത്രമാണ്. പരിക്കേറ്റ കടുവയിൽ നിന്നും ഒരു നിശ്ചിത അകലം പാലിക്കാനായാൽ ഒരിക്കലും കടുവയിൽ നിന്നുള്ള ആക്രമണം ഉണ്ടാകില്ല എന്ന് അദ്ദേഹത്തിന് നന്നായി അറിയാം. വർഷങ്ങളായി കാട്ടിൽ നിന്നും വേട്ടകളിൽ നിന്നുമൊക്കെ നേടിയ പരിചയസമ്പത്ത് ഈ രാത്രിയിൽ അദ്ദേഹത്തിന് പൂർണ്ണമായും ഉപയോഗിക്കേണ്ടി വരും. വർഷങ്ങളായുള്ള പരിചയസമ്പത്തും കയ്യിലിരിക്കുന്ന 275 റൈഫിളും മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കുന്നതിനായി ഇപ്പോൾ കൂടെയുള്ളത്. അദ്ദേഹം മുന്നോട്ട് പോകുമ്പോൾ വനത്തിനുള്ളിൽ നിന്നും കുരങ്ങിൻ്റെയും മാനുകളുടെയും ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ടായിരുന്നു. അതൊരു വാണിംഗ് അലാറമായിട്ടായിരുന്നു അദ്ദേഹത്തിന് തോന്നിയത്. തല്ലാദേശിലെ ആ നരഭോജി കടുവ തന്നിൽ നിന്നും വളരെ ദൂരെയല്ലാതെ ഉണ്ടാകാനുള്ള സാധ്യത അദ്ദേഹം മനസ്സിലാക്കി. അദ്ദേഹം മുന്നോട്ട് നടക്കുകയാണ്. നിലാവെളിച്ചത്തിൽ അദ്ദേഹം കടുവയുടെ കാൽപ്പാടുകൾ കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ അദ്ദേഹം മുന്നോട്ട് പോകുമ്പോൾ അവിടെ പുല്ല് നിറഞ്ഞ ഒരു തുറസ്സായ പ്രദേശത്തേക്കാണ് ചെന്നെത്തിയത്. അവിടെ പ്രവേശിക്കുന്നതിന് മുൻപ് ഒരു വലിയ മരത്തിൻ്റെ ചുവട്ടിൽ അദ്ദേഹം നിന്നു. ആ മരത്തിൻ്റെ മുകളിലായി ഒരു കൂട്ടം കുരങ്ങന്മാർ തമ്പടിച്ചിട്ടുണ്ട്.
കഴിഞ്ഞ 18 മണിക്കൂറുകൾ നിരന്തരമായി വനത്തിൽ ചുറ്റിത്തിരിഞ്ഞ അദ്ദേഹം അവിടെ കുറച്ചു നേരം വിശ്രമിക്കാൻ തീരുമാനിച്ചു. കാരണം ഇപ്പോൾ ആ വനത്തിൽ ഒരു മനുഷ്യന് വിശ്രമിക്കാൻ ഏറ്റവും സുരക്ഷിതമായ ഇടം ആ കുരങ്ങുകൾ തമ്പടിച്ചിരിക്കുന്ന ആ മരച്ചുവട്ടിൽ തന്നെയായിരുന്നു. ഈ ഭാഗത്തേക്ക് ഏതെങ്കിലും വന്യജീവിയോ അല്ലെങ്കിൽ ആ നരഭോജിയോ വന്നാൽ വളരെ പെട്ടെന്ന് അപായ സൂചന നൽകാൻ ആ കുരങ്ങന്മാർക്ക് സാധിക്കും. ആ മരച്ചുവട്ടിലിരുന്ന അദ്ദേഹം താൻ വന്ന വഴിയിലേക്ക് നോക്കിയാണ് ഇരിക്കുന്നത്. അരമണിക്കൂർ കടന്നുപോയി. പെട്ടെന്ന് കുരങ്ങന്മാരിൽ ഒരു കുരങ്ങൻ അപായസൂചകമായ ആ ശബ്ദമുയർത്തി. അപ്പോൾ അവിടേക്ക് കടന്നു വരാൻ സാധ്യതയുള്ള ഒരേ ഒരു അപകടം മാത്രമേ ഉള്ളൂ. അത് തല്ലാദേശിലെ നരഭോജിയാണ്. അദ്ദേഹം പതുക്കെ ശബ്ദമുണ്ടാക്കാതെ എഴുന്നേറ്റു. മരത്തിൻ്റെ ചുവട്ടിൽ തന്നെ നിന്നുകൊണ്ട് ചുറ്റുപാടും നിരീക്ഷിച്ചു. മുന്നിൽ കണ്ട തുറസായ ആ പുല്ല് നിറഞ്ഞ പ്രദേശത്ത് ആ നരഭോജി കടുവ നിൽക്കുകയാണ്. കോർബറ്റ് ആ കടുവയെ കാണുമ്പോൾ അത് വിശ്രമിക്കുന്നതിനായി കിടക്കാനൊരുങ്ങുകയാണ്. കടുവ കോർബറ്റ് ഇരിക്കുന്ന മരത്തിന് നേർക്ക് നോക്കിയാണ് കിടക്കുന്നത്. പക്ഷേ കടുവ നോക്കുന്നത് മുകളിലിരിക്കുന്ന കുരങ്ങന്മാരെയാണ്. നിലാവുള്ള രാത്രി ആയതുകൊണ്ട് തന്നെ 100 മീറ്ററിന് ഉള്ളിലുള്ള ഒരു ലക്ഷ്യത്തിലേക്ക് ബുള്ളറ്റ് പായിക്കാൻ കോർബറ്റിന് സാധിക്കും. കടുവ കിടക്കുന്നതും 100 മീറ്ററിന് ഉള്ളിൽ തന്നെയാണ്. പക്ഷേ തൻ്റെ ഇടത്തെ കണ്ണ് തുറക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി മുന്നോട്ട് ആ മൈതാനത്തിലൂടെ ഇഴഞ്ഞു പോയാലോ എന്ന് കോർബറ്റ് ആലോചിച്ചു. പക്ഷേ അപ്പോഴേക്കും നിരന്തരം ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരുന്ന കുരങ്ങന്മാരെ നോക്കിക്കൊണ്ട് കടുവ പതുക്കെ എണീറ്റു. എന്നിട്ട് കോർബറ്റ് നിന്നിരുന്ന ഇടത്തിൻ്റെ വലത് ഭാഗത്തേക്ക് നീങ്ങി. പെട്ടെന്നുള്ള ഈ നീക്കം കോർബറ്റ് പ്രതീക്ഷിച്ചില്ല. അവിടെ ഉണ്ടായിരുന്ന ഒരു ചെറിയ താഴ്ചയുള്ള ഭാഗത്തേക്കാണ് ആ കടുവ നീങ്ങിയത്. ഇപ്പോൾ കോർബറ്റിന് കടുവയെ കാണാൻ സാധിക്കുന്നുമില്ല. അദ്ദേഹം എണീറ്റ് കടുവ ഇറങ്ങിപ്പോയ ചരുവിലേക്ക് നീങ്ങി. കടുവ തൻ്റെ തോക്കിൻ്റെ റേഞ്ചിന് പുറത്താണെന്ന് മനസ്സിലാക്കിയ കോർബറ്റ് വേഗത കൂട്ടി. കുനിഞ്ഞു നിന്നുകൊണ്ട് അതിൻ്റെ പിന്നാലെ ഓടി. ഈ പ്രവൃത്തി പക്ഷേ അദ്ദേഹത്തെ പ്രതികൂലമായി ബാധിച്ചു. അല്പദൂരം ഓടിയപ്പോൾ തന്നെ കോർബറ്റിന് തല കറങ്ങി. ഉറപ്പായും ശരീരം തളർന്നു വീഴുമെന്ന് മനസ്സിലാക്കിയ കോർബറ്റ് തോക്ക് നിലത്ത് വെച്ചതിന് ശേഷം ഒരു മരത്തിലേക്ക് വലിഞ്ഞു കയറി. നിറയെ ശിഖരങ്ങളുണ്ടായിരുന്ന മരത്തിൽ അദ്ദേഹം ബോധം പോയാലും താഴെ വീഴില്ല എന്ന് ഉറപ്പിച്ചു. പെട്ടെന്ന് തൻ്റെ ഇടത്തെ ചെവിയിൽ ഒരു ശബ്ദത്തോടെ എന്തോ പൊട്ടിയൊഴുകാൻ തുടങ്ങി. കഴിഞ്ഞ ദിവസങ്ങളിൽ കഠിനമായ വേദന സമ്മാനിച്ച പരിക്കിൽ നിന്നും പൊട്ടിയൊഴുകുന്ന പഴുപ്പും രക്തവുമായിരുന്നു അത്. അതോടെ അദ്ദേഹത്തിൻ്റെ വേദന കുറഞ്ഞു തുടങ്ങി. അറിയാതെ അദ്ദേഹം ആ മരത്തിലിരുന്ന് ഉറങ്ങിപ്പോയി. ഏകദേശം 4 മണിക്കൂറുകൾക്ക് ശേഷമാണ് അദ്ദേഹം കണ്ണു തുറക്കുന്നത്. കണ്ണു തുറക്കുമ്പോൾ താൻ എവിടെയാണെന്നും എന്തൊക്കെയാണ് സംഭവിച്ചതെന്നും ചിന്തിച്ചെടുക്കാൻ അദ്ദേഹത്തിന് കുറച്ച് സമയമെടുത്തു. അല്പനേരം കഴിഞ്ഞപ്പോൾ അദ്ദേഹം എല്ലാം ഓർത്തെടുത്തു. ചെവിയിലുണ്ടായിരുന്ന വേദന നിശേഷം മാറിയിരിക്കുന്നു. കഴുത്തിലെ നീരും അപ്രത്യക്ഷമായി. കണ്ണിലെ നീരും കുറഞ്ഞിരിക്കുന്നു. കഴിഞ്ഞുപോയ ദിവസങ്ങളിലെ വേദനയിൽ നിന്നും അദ്ദേഹം മോചിതനായിരിക്കുകയാണ്. ഒരു വല്ലാത്ത ആശ്വാസമാണ് അദ്ദേഹത്തിന് തോന്നിയത്. ഒരിക്കൽ കൂടി ആ നരഭോജിയെ വേട്ടയാടാനുള്ള അവസരം തനിക്ക് നഷ്ടമായിരിക്കുന്നു എങ്കിലും ഒരു വലിയ വേദന തരുന്ന പരിക്കിൽ നിന്നും മുക്തനായതിൻ്റെ ആശ്വാസം അദ്ദേഹത്തിനുണ്ടായിരുന്നു. മരത്തിൽ നിന്നും താഴെ ഇറങ്ങി തോക്കുമെടുത്ത് കഴിഞ്ഞ ദിവസം കടുവ പോയ അതേ ദിക്കിലേക്ക് അദ്ദേഹം നടന്നു. അദ്ദേഹം ചെന്നെത്തിയത് ഒരു ചെറിയ പുഴയുടെ അരികിലേക്കാണ്. പുഴയിലെ വെള്ളത്തിൽ മുഖം കഴുകിയ അദ്ദേഹം ചെവിയിൽ നിന്നും പൊട്ടിയൊലിച്ച തൻ്റെ തുണിയിൽ പറ്റിയിരുന്ന രക്തവും മറ്റും വൃത്തിയാക്കി. ചെവിയും അദ്ദേഹം ആകുന്ന പോലെ വെള്ളം കൊണ്ട് കഴുകി വൃത്തിയാക്കി. കഴിഞ്ഞ ദിവസം രാത്രി ആ കടുവ നടന്നു നീങ്ങിയത് ഗ്രാമത്തിലേക്കായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം വളരെ പെട്ടെന്ന് ഗ്രാമത്തിലേക്ക് തിരികെ പോയി. അവിടെ ചെന്ന അദ്ദേഹത്തിന് തനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന തൻ്റെ കൂട്ടാളികളെയാണ് കാണാൻ സാധിച്ചത്. അവിടെ ചെന്നതും അദ്ദേഹത്തിന് കുടിക്കാനായി അവർ ചായ നൽകി. ചായ കുടിച്ച് കട്ടിലിലേക്ക് കിടന്നത് മാത്രമേ കോർബറ്റിന് ഓർമ്മയുണ്ടായിരുന്നുള്ളൂ. മണിക്കൂറുകൾക്ക് ശേഷം ഒരു വലിയ ബഹളം കേട്ടാണ് അദ്ദേഹം എണീൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ചുറ്റും ആ ഗ്രാമത്തിലെ ആളുകൾ തടിച്ചുകൂടിയിരിക്കുന്നു. അവർക്ക് പറയാനുള്ളത് ഇതായിരുന്നു: ഗ്രാമത്തിൻ്റെ മറുതലയ്ക്കൽ ആ നരഭോജി കടുവ വീണ്ടും ആക്രമണം നടത്തിയിരിക്കുന്നു. ഇത്തവണ പക്ഷേ അത് ഒരു മനുഷ്യനെ അല്ല ആക്രമിച്ചത്. 6 ആടുകളെയാണ് ആ കടുവ ആക്രമിച്ച് കൊലപ്പെടുത്തിയിരിക്കുന്നത്. പെട്ടെന്ന് എണീറ്റതിന് ശേഷം ബൂട്ട് ധരിക്കുന്നതിനിടയിൽ കൂട്ടത്തിൽ നിന്ന് ഡുംഗർ സിംഗിനോട് അദ്ദേഹം പറഞ്ഞു തൻ്റെ ഒപ്പം വന്ന് ആ കടുവ ആക്രമണം നടത്തിയ സ്ഥലം കാട്ടിക്കൊടുക്കാൻ. ഉടൻ തന്നെ ഡുംഗർ സിംഗ് അദ്ദേഹത്തിൻ്റെ ഒപ്പം ആടുകളെ കടുവ ആക്രമിച്ച ഇടത്തേക്ക് നടന്നു. 13ഓളം വരുന്ന ആളുകൾ ഒരു കൂട്ടം ആടുകളെയും കൊണ്ട് വരുന്ന വഴിക്കാണ് കടുവ ചാടി വീഴുന്നത്. ക്ഷണനേരം കൊണ്ട് ആ കടുവ 6 ആടുകളെ കൊലപ്പെടുത്തി. അവിടെ ഉണ്ടായിരുന്ന ആളുകൾ ബഹളം വയ്ക്കുന്നത് കേട്ട് ഗ്രാമത്തിലെ ആളുകളും ഓടിക്കൂടി. എല്ലാവരും കല്ലെടുത്തെറിഞ്ഞും ബഹളം വെച്ചുമൊക്കെയാണ് കടുവയെ അവിടെ നിന്നും ഓടിച്ചത്. അവർക്ക് അത് നരഭോജി കടുവയാണോ എന്ന സംശയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ കോർബറ്റിന് ഈ ആക്രമണം നടത്തിയത് നരഭോജിയായ കടുവ തന്നെയാണെന്ന് ഉറപ്പായിരുന്നു. കാരണം തലേ ദിവസം താൻ ആ കടുവയെ അവസാനം കാണുമ്പോൾ ഈ ഗ്രാമം ലക്ഷ്യം വെച്ച് തന്നെയായിരുന്നു കടുവ നടന്നു നീങ്ങിയത്. ഉറപ്പായും കടുവ വന്നത് ആക്രമിക്കാൻ ഏറ്റവും എളുപ്പമുള്ള മനുഷ്യനെ തേടി തന്നെയായിരിക്കണം. പക്ഷേ
അവൻ്റെ വിശപ്പ് ഏറ്റവും ആദ്യം കിട്ടിയ ഇരയെ ആക്രമിക്കാൻ തീരുമാനിപ്പിച്ചു. അതുകൊണ്ടാണ് ആദ്യ അവസരത്തിൽ തന്നെ ആടുകളെ ആക്രമിക്കുന്നത്. കടുവ ആക്രമിച്ച് കൊലപ്പെടുത്തിയ 6 ആടുകളിൽ 3 എണ്ണം മാത്രമാണ് ഗ്രാമവാസികൾ അവിടെ നിന്നും എടുത്തുകൊണ്ടുപോയത്. പക്ഷേ കടുവ എവിടേക്കാണ് ഓടി മറഞ്ഞതെന്ന് ഗ്രാമവാസികളിൽ ആർക്കും തന്നെ അറിയില്ലായിരുന്നു. ഈ പ്രദേശത്തെ കാടിനെപ്പറ്റി അധികം അറിവില്ലാത്ത കോർബറ്റ് ഡുംഗർ സിംഗിനോട് ആ കടുവ ഏത് ദിശയിലേക്കാണ് പോകാൻ സാധ്യതയെന്ന് ചോദിച്ചു. കുറച്ചു ദൂരെയുള്ള ഒരു ചെറിയ മലപ്രദേശം അവൻ ചൂണ്ടിക്കാട്ടി. അധികം ഉയരമില്ലാത്ത ഓക്ക് മരങ്ങൾ നിറഞ്ഞ ഒരു പ്രദേശമായിരുന്നു അത്. അപ്പോഴേക്കും അവരുടെ അടുത്തു നിന്നും ഒരു പക്ഷി ഉറക്കെ ശബ്ദിച്ചുകൊണ്ട് പറന്നു പോകുന്ന ശബ്ദം അവർ കേട്ടു. പക്ഷേ ആ ശബ്ദം ഏത് ദിക്കിൽ നിന്നാണ് വന്നതെന്ന് കോർബറ്റിന് മനസ്സിലായില്ല. ഡുംഗർ സിംഗ് നോക്കുന്ന ദിശയിലേക്ക് അദ്ദേഹവും നോക്കി. അവൻ നോക്കിയ ദിശയിൽ നിന്നുമായിരുന്നു ആ പക്ഷി പറന്നകന്നത്. ഉറപ്പായും ആ പക്ഷി അവരെ കണ്ടിട്ടല്ല പറന്നുയർന്നത്. അതിൻ്റെ അർത്ഥം അവർ നിൽക്കുന്ന ഇടത്തു നിന്നും വളരെ അകലെയല്ലാതെ വലതുവശത്തായി ആ നരഭോജി കടുവ ഉണ്ട് എന്ന് കോർബറ്റിന് മനസ്സിലായി. ഉടൻ തന്നെ കോർബറ്റ് ഡുംഗർ സിംഗിനോട് തിരികെ ഗ്രാമത്തിലേക്ക് പോകാൻ പറഞ്ഞു. അവൻ ഗ്രാമത്തിലെത്തിച്ചേരുന്നതുവരെ തോക്ക് അവൻ്റെ നേർക്ക് പിടിച്ച് കോർബറ്റ് സുരക്ഷയൊരുക്കി. അവൻ ഓടി ഗ്രാമത്തിലെത്തിച്ചേർന്നു എന്ന് മനസ്സിലാക്കിയ കോർബറ്റ് ആ കടുവയെ കാത്തിരിക്കാൻ പറ്റിയ ഒരിടം തിരഞ്ഞു. അടുത്തുണ്ടായിരുന്ന ഒരു ചെറിയ മൺകൂന എല്ലാം കൊണ്ടും സുരക്ഷിതവും കടുവ വരുന്ന ദിശയിലേക്ക് നോക്കിയിരിക്കാൻ തക്ക സൗകര്യവും നൽകുന്നതാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹം ആ മൺകൂനയ്ക്ക് പിന്നിലായി ഇരുന്നു. ആ മൺകൂനയ്ക്ക് മുന്നിലായി ഏകദേശം 20 അടി ദൂരത്തിൽ ആ കടുവ ആക്രമിച്ച് കൊലപ്പെടുത്തിയ 3 ആടുകളും ഇപ്പോൾ കിടക്കുന്നുണ്ട്. അദ്ദേഹം പ്രതീക്ഷിച്ചതിലും കൂടുതൽ നേരം അവിടെ കാത്തിരിക്കേണ്ടി വന്നു. അപ്പോഴേക്കും ആ ആടുകളുടെ ശരീരം ഭക്ഷിക്കുന്നതിനായി ചില പക്ഷികളും മറ്റും വന്നു തുടങ്ങി. അല്പനേരം കഴിഞ്ഞപ്പോൾ ഒരു കഴുകൻ വട്ടമിട്ട് പറന്നു വന്ന് അടുത്തുള്ള ദേവദാരു മരത്തിൽ ഇരിക്കുന്നത് അദ്ദേഹം കണ്ടു. ആ കഴുകൻ്റെ വരവ് കോർബറ്റിനെ സംബന്ധിച്ചിടത്തോളം സഹായകരമാണ്. അടുത്തെവിടെയെങ്കിലും കടുവ ഉണ്ടെങ്കിൽ ഈ പക്ഷി ഒരിക്കലും ആടുകളെ ഭക്ഷിക്കുന്നതിനായി താഴേക്ക് പോകില്ല. അവൻ താഴേക്ക് പോയാൽ അതിൻ്റെ അർത്ഥം അടുത്തെങ്ങും കടുവ ഇല്ല എന്നാണ്. ആ കഴുകൻ ദേവദാരു മരത്തിൻ്റെ ചില്ലയിൽ തന്നെ മണിക്കൂറുകൾ ഇരുന്നു. സൂര്യൻ മേഘങ്ങൾക്കിടയിൽ ഒളിച്ചു. അടുത്തുള്ള കാടിനുള്ളിൽ ചെറിയ ചുള്ളിക്കൊമ്പുകൾ ഒടിയുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. ഉടൻ തന്നെ ആടിൻ്റെ മാംസം ഭക്ഷിക്കുന്ന പക്ഷികൾ പറന്നുയർന്നു. ദേവദാരു മരത്തിൻ്റെ ചില്ലയിലിരുന്ന ആ കഴുകൻ പറന്നകന്നു. ഈ അന്തരീക്ഷം ആ നരഭോജി കടുവയുടെ വരവിൻ്റെ ലക്ഷണങ്ങൾ തന്നെയായിരുന്നു. കോർബറ്റ് പ്രതീക്ഷിക്കുന്നതിന് മുൻപേ ആ നരഭോജി കടുവ അവിടേക്ക് കടന്നു വന്നു. തലേ ദിവസം രാത്രി നഷ്ടമായ അവസരം വീണ്ടും അദ്ദേഹത്തിന് ലഭിക്കുകയാണ്. നേരത്തെ തന്നെ റൈഫിൾ മൺതിട്ടയിൽ ഉറപ്പിച്ച് കാഞ്ചി വലിക്കാൻ തയ്യാറായി തന്നെയാണ് കോർബറ്റ് ഇരിക്കുന്നത്. അല്പം ഇരുണ്ട വനഭാഗത്തു നിന്നും ഇറങ്ങി വരുന്ന ആ നരഭോജിയുടെ മുഖം വ്യക്തമായി അദ്ദേഹം കണ്ടു. രക്തം പുരണ്ട ഇത്ര ഭീകരമായ ഒരു കടുവയുടെ മുഖം അതിനു മുൻപ് അദ്ദേഹം കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇറങ്ങി വന്ന കടുവ കോർബറ്റ് ഇരിക്കുന്ന ഇടത്തേക്ക് തന്നെയാണ് തുറിച്ചു നോക്കിക്കൊണ്ട് നിന്നത്. ഒന്നനങ്ങുകയോ എണീക്കുകയോ ചെയ്യാതെ തന്നെ കാണാൻ കടുവയ്ക്ക് സാധിക്കില്ല എന്ന് കോർബറ്റിന് ഉറപ്പുണ്ടായിരുന്നു. പക്ഷേ ആടുകൾ കിടക്കുന്ന ഇടത്തേക്ക് നടക്കുന്നതിന് പകരം ആ കടുവ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ഇരുന്നു. മരത്തിൻ്റെ മറവിൽ ഇപ്പോൾ അതിൻ്റെ തലയും പിൻഭാഗവും മാത്രമേ കോർബറ്റിന് കാണാൻ സാധിക്കുമായിരുന്നുള്ളൂ. അവിടെ ഇരുന്നു കൊണ്ട് അവൻ്റെ ഇടത് കൈക്ക് മുകളിൽ പറ്റിയ ആ മുറിവിൽ പറ്റിപ്പിടിക്കുന്ന പ്രാണികളെ ഓടിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 8 വർഷങ്ങൾക്ക് മുൻപ് ഈ കടുവ 2 കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയപ്പോൾ മറ്റൊരു കടുവയുമായി ഏറ്റുമുട്ടേണ്ടി വന്നു. ഈ ഏറ്റുമുട്ടലിൽ മാരകമായ പരിക്കുകളേറ്റ കടുവ തൻ്റെ കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്നതിനായി വേട്ടയാടാൻ ഏറ്റവും എളുപ്പമുള്ള മനുഷ്യരിലേക്ക് തിരിയുന്നു. സത്യത്തിൽ നോക്കിയാൽ ഈ കടുവ പ്രകൃതിയുടെ ഒരു നിയമവും ലംഘിച്ചിട്ടില്ല. അതിന് ജീവൻ നിലനിർത്താനും അതിൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവൻ നിലനിർത്താനും മാംസം ആവശ്യമാണ്. അത് മനുഷ്യൻ്റേതായാലും മൃഗത്തിൻ്റേതായാലും. സാഹചര്യത്തിനനുസരിച്ച് ജീവൻ നിലനിർത്താൻ മനുഷ്യൻ പോലും മനുഷ്യരെ ഭക്ഷിക്കുന്ന ഒരുപാട് കഥകൾ, സംഭവങ്ങളൊക്കെ നമ്മൾ വായിച്ചിട്ടും കേട്ടിട്ടുമുണ്ട്. 150ഓളം മനുഷ്യരുടെ ജീവനെടുത്ത ഈ കടുവ അത് ചെയ്യാൻ കാരണമാക്കിയത് ഉറപ്പായും അതിൻ്റെ കുഞ്ഞുങ്ങളെ പരിപാലിക്കണമെന്ന ചിന്ത കൊണ്ടായിരിക്കാം. കഴിഞ്ഞ 8 വർഷമായി തല്ലാദേശിലെ മനുഷ്യർ ഈ കടുവയുടെ ആക്രമണത്തിലും ഭയത്താലും കഴിഞ്ഞുകൂടിയവരാണ്. ഇപ്പോൾ ഈ നിമിഷം കടുവ താൻ ചെയ്ത തെറ്റുകളുടെയൊക്കെ ഫലം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. കടുവയുടെ ഇടത് കൈക്ക് മുകളിൽ കോർബറ്റിൻ്റെ ബുള്ളറ്റ് ഏൽപ്പിച്ച പരിക്ക് വളരെ വലുത് തന്നെയായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ അത് കൂടുതൽ വികസിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വേദനയിൽ ആ കടുവ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. തല്ലാദേശിലെ ഗ്രാമവാസികളുടെ വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന ഭയത്തിൽ നിന്ന് മാത്രമല്ല, ഇപ്പോൾ ആ കടുവയുടെ അസഹനീയമായ വേദനയിൽ നിന്ന് കൂടിയാണ് താൻ മുക്തനാക്കാൻ പോകുന്നതെന്ന് അദ്ദേഹത്തിന് തോന്നി. ഇപ്പോൾ കടുവ കിടക്കുന്നത് തൻ്റെ റൈഫിളിൻ്റെ റേഞ്ചിനുള്ളിൽ തന്നെയാണെന്ന് അദ്ദേഹത്തിന് നന്നായി അറിയാം. പക്ഷേ എങ്കിലും ആ കടുവ അവിടെ നിന്നും എണീക്കുന്നതിനായി അദ്ദേഹം കാത്തിരുന്നു. അല്പനേരത്തെ കാത്തിരിപ്പിന് ശേഷം ആ കടുവ അവിടെ നിന്നും എഴുന്നേറ്റു. പതിയെ തലയൊന്ന് കുലുക്കിയതിന് ശേഷം ആടുകൾ കിടക്കുന്ന ഇടത്തേക്ക് പതിയെ നീങ്ങി.
കോർബറ്റ് തൻ്റെ തോക്ക് തോളിനോട് ചേർത്ത് വളരെ ശ്രദ്ധയോടെ ഉന്നം പിടിച്ചു. പതുക്കെ കാഞ്ചി വലിച്ചു. പക്ഷേ കടുവയുടെ പിന്നിലെ ഒരു മൺതിട്ടയിൽ നിന്നും മണ്ണ് തെറിക്കുന്നത് കണ്ട കോർബറ്റ് ഞെട്ടി. വളരെ നിരാശനായി. ഇത്രയും അടുത്ത് ഇത്രയും സാവധാനം ഒരു കടുവയെ വെടിവെക്കാൻ സാധിക്കുക എന്നത് അപൂർവമായ അവസരമാണ്. പക്ഷേ എന്നിട്ടും തനിക്ക് ഉന്നം പിഴച്ചിരിക്കുന്നു. ഒരലർച്ചയോടെ അവിടെ നിന്നും കടുവ ഓടിമറഞ്ഞു. നിരാശയും തന്നോട് തന്നെയുള്ള ദേഷ്യവും തോന്നിയ കോർബറ്റ് കടുവയ്ക്ക് പിന്നാലെ ഓടി. അവൻ ഓടിയത് ആ ഗ്രാമത്തിലേക്ക് പോകേണ്ട ഒരു മൺപാതയിലേക്കാണ്. കടുവ വളരെ വേഗത്തിൽ മുന്നോട്ട് ഓടിക്കഴിഞ്ഞിരിക്കുന്നു. മൺപാതയിലേക്ക് ഓടിയിറങ്ങിയ അദ്ദേഹം വളരെ ദൂരെ നിന്നും ഗ്രാമവാസികൾ കൈവീശി ഉറക്കെ വിളിക്കുന്നുണ്ടായിരുന്നു. അവർ ആ മൺപാത പോകുന്ന ഇടത്തേക്ക് ചൂണ്ടിക്കാണിക്കുന്നു. കടുവ വളരെ വേഗത്തിൽ ആ ദിശയിലേക്ക് ഓടിക്കഴിഞ്ഞു. കോർബറ്റ് വളരെ വേഗത്തിൽ ആ ദിശയിലേക്ക് ഓടി. കുറച്ചു ദൂരം ചെന്നപ്പോൾ ആ മൺപാതയിൽ വീണ് കിടക്കുന്ന രക്തത്തുള്ളികൾ അദ്ദേഹം കണ്ടു. ആ രക്തത്തുള്ളികൾ ഒരു മലയിടുക്കിലേക്കാണ് അദ്ദേഹത്തെ കൊണ്ടെത്തിച്ചത്. മുന്നിൽ ഒരു വലിയ കുറ്റിക്കാടാണ്. അവിടേക്കാവും കടുവ പോയിട്ടുണ്ടാകുക എന്ന് മനസ്സിലാക്കിയ കോർബറ്റ് അവിടേക്ക് തൻ്റെ തോക്ക് ചൂണ്ടി നിന്നു. അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ വലതുവശത്ത് നിന്നും ഒരനക്കം അദ്ദേഹം കണ്ടത്. ഒരു പക്ഷേ അങ്ങോട്ട് നോക്കിയില്ലായിരുന്നു എങ്കിൽ തൻ്റെ നേർക്ക് ചാർജ് ചെയ്യാൻ നിൽക്കുന്ന ആ കടുവയെ അദ്ദേഹം കാണുമായിരുന്നില്ല. പരിക്കുള്ളത് കൊണ്ട് തന്നെ കടുവയ്ക്ക് വേഗത വളരെ കുറവായിരുന്നു. അത് അദ്ദേഹത്തെ തുണച്ചു എന്ന് വേണം പറയാൻ. കോർബറ്റിൻ്റെ മുകളിലേക്ക് ചാടാൻ തയ്യാറായ ആ നരഭോജിക്ക് പക്ഷേ അതിന് സാധിച്ചില്ല. ക്ഷണനേരം കൊണ്ട് വെട്ടിത്തിരിഞ്ഞ കോർബറ്റിൻ്റെ തോക്ക് ഗർജിച്ചു. ഒന്നല്ല, 2 വട്ടം. ആദ്യത്തേത് കടുവയുടെ തല തകർത്തപ്പോൾ രണ്ടാമത്തേത് കഴുത്തിനെ തുളച്ച് കടന്നുപോയി. കടുവയ്ക്ക് പിന്നാലെ ഓടിപ്പോകുന്ന കോർബറ്റിനെ അങ്ങ് ദൂരെ നിന്ന് തന്നെ ഗ്രാമവാസികൾ കാണുന്നുണ്ടായിരുന്നു. ഈ വെടിവെച്ച കൂടി കേട്ടപ്പോൾ അവർക്ക് ഉറപ്പായി കോർബറ്റ് ആ നരഭോജിയെ അവസാനിപ്പിച്ചിരിക്കാം എന്ന്. അവർ അങ്ങോട്ടേക്ക് കൂട്ടത്തോടെ ഓടി. ആദ്യം കോർബറ്റിൻ്റെ അടുത്ത് ഓടിയെത്തിയത് അദ്ദേഹത്തിൻ്റെ ഒപ്പമുള്ള ആളുകൾ തന്നെയായിരുന്നു. പിന്നീട് ചില ഗ്രാമവാസികളും അവിടേക്ക് ഓടിയെത്തി. അവർ ആ കടുവയെ ഒരു വലിയ മരത്തടിയിൽ കെട്ടിയതിന് ശേഷം ചുമന്നുകൊണ്ട് തല്ലാദേശ് ഗ്രാമത്തിലേക്ക് കൊണ്ടുപോയി. അവിടെ ഗ്രാമവാസികൾക്ക് എല്ലാവർക്കും കാണത്തക്ക വിധത്തിൽ ആ നരഭോജി കടുവയുടെ ശരീരം പ്രദർശിപ്പിച്ചു. ചിലർ കയ്യിൽ കിട്ടിയ ആയുധങ്ങളെടുത്ത് ആ കടുവയുടെ ശരീരം ആക്രമിക്കാൻ മുതിർന്നു. അവരെ വളരെ ശാന്തനായി കോർബറ്റ് തടഞ്ഞു. അവരൊക്കെ തൻ്റെ പ്രിയപ്പെട്ടവരെ ഈ കടുവ കാരണം നഷ്ടപ്പെടുത്തിയവരായിരിക്കാമെന്ന് അദ്ദേഹത്തിന് നന്നായി അറിയാം. അടുത്ത ദിവസം രാവിലെ ഒരു വലിയ ജനക്കൂട്ടത്തിന് മുന്നിൽ വെച്ച് കോർബറ്റും സംഘവും ആ കടുവയുടെ തുകൽ മുറിച്ചു മാറ്റി. ശരീരം പരിശോധിച്ച കോർബറ്റിന് ലക്ഷ്യം പിഴച്ചു എന്ന് കരുതിയ ബുള്ളറ്റ് അതിൻ്റെ ശരീരം കടന്നു പോയതാണെന്ന് മനസ്സിലായി. മറ്റൊരു മൃഗവുമായി നടത്തിയ പോരാട്ടത്തിൽ കടുവയുടെ മുന്നിലത്തെ 2 കാലുകളിലും പറ്റിയ പരിക്കാണ് അവനെ ഒരു നരഭോജിയാക്കി മാറ്റിയതെന്ന് അദ്ദേഹം മനസ്സിലാക്കി. 3 ദിവസത്തിന് ശേഷമാണ് അദ്ദേഹത്തിന് തിരികെ സ്വന്തം വീട്ടിലേക്ക് പോകാൻ കഴിഞ്ഞത്. അൽമോഡയിൽ വെച്ച് ഗ്രാമവാസികൾ നടത്തിയ ഒരു മീറ്റിങ്ങിൽ കോർബറ്റിനെ അവർ ആദരിക്കുകയും നന്ദി അറിയിക്കുകയും ചെയ്തു. പിന്നീടുള്ള 2-3 മാസം കോർബറ്റ് തൻ്റെ ചെവിയുടെ ചികിത്സയ്ക്കായി വിനിയോഗിച്ചു. 3 മാസത്തെ ചികിത്സയ്ക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ കേൾവിശക്തി തിരികെ ലഭിച്ചു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണും വരെ ഗുഡ് ബൈ.